ഇന്നലെ കണ്ടവൻ ഇന്ന് കാണാത്ത ലോകമാണിത്. കഴിഞ്ഞ വർഷത്തെ കണ്ടുമുട്ടിയ കഴിഞ്ഞ വർഷം വന്ന പലരുമില്ലാത്ത മജ്‌ലിസാണിത്. കഴിഞ്ഞ വർഷം നമ്മൾ കേട്ട പല ശബ്ദങ്ങളും കേൾക്കാത്ത കാലമാണിത്. ഇന്ന് കണ്ടവനെ നാളെ കാണാത്ത ലോകമാണ് ഈ ഭൗതിക ലോകം. എല്ലാ അമ്പിയാക്കളും മുന്നറിയിപ്പ് നൽകിയ ലോകമാണിത്. ഇവിടെ ഒരിക്കലും മനുഷ്യന് ശാശ്വതനല്ല, എന്നും നിലനിൽക്കുന്നവനല്ല. ഇവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. നമ്മുടെ ഓരോ സമയവും തീരുന്നെന്ന ബോധം നമുക്ക് വേണം. ഇവിടെ ഉള്ള ടൈമുകൾ വിലപ്പെട്ടതാണ്, വെറുതെ കളഞ്ഞുകൂടാ. അല്ലാഹു തന്ന ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട്, ഭൗതിക ലോകത്തെ ഈ ഒരു കുറഞ്ഞ കാലയളവ് കൊണ്ട് വലിയൊരു ലോകം കെട്ടിപ്പടുക്കേണ്ടവരാണ് നമ്മൾ. വലിയൊരു ലോകത്തേക്ക് മുതലുണ്ടാക്കേണ്ടവരാണ് നമ്മൾ. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, പാരത്രിക ലോകത്തേക്കുള്ള കൃഷിയിടമാണ് ദുനിയാവ്. ആഖിറത്തിലേക്ക് പോകുമ്പോ വേണ്ടത് മുതലുകൾ ശേഖരിക്കാനുള്ള ടൈമാണ് ഭൗതിക ലോകം. അതുകൊണ്ട് തന്നെ മുത്തുനബി പറയുന്നു, ഇഅ്മൽ ലിദുനിയാക ബിഖദരി മഖാമിക ഫീഹാ. നീ എത്ര നാൾ ഭൂലോകത്ത് കാണും താമസിക്കാൻ? നിനക്ക് എത്ര കാലമുണ്ട് ദുനിയാവിൽ? അതിനനുസരിച്ച് നീ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുക. എത്ര കാലമുണ്ട് നമുക്ക്? മുത്തുനബിയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഉപദേശം ഒന്ന് മനസ്സിലേക്ക് വെക്കുമ്പോ എത്ര കാലമുണ്ട് നമുക്ക്? ആർക്കെങ്കിലും പറയാമോ ഞാൻ ഒരുപാട് ആയുസ്സുള്ളവനാണെന്ന്? ആർക്കെങ്കിലും പറയാമോ ഞാൻ അടുത്ത തിങ്കളാഴ്ച കാണുമെന്ന്? നമുക്കാർക്കെങ്കിലും പറയാമോ നാളത്തെ പ്രഭാതത്തെ ഞാൻ വരവേൽക്കുമെന്ന്? ഉറപ്പില്ല, യാതൊരു ഉറപ്പുമില്ല. വെറും പ്രതീക്ഷകൾ മാത്രമാണ്, വെറും പ്രതീക്ഷകൾ മാത്രമാണ്. മനുഷ്യന് അവന്റെ ആയുസ് എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് അറിയില്ല. ഏത് സമയവും അത് സംഭവിക്കാം, അതേത് സമയവും അവശേഷിപ്പെട്ടെന്നില്ലാണ്ടാവാം. അതുകൊണ്ട് മുത്തുനബി പറയുന്നത് മറന്നു പോവണ്ട. വളരെ കുറഞ്ഞ കാലമേ ഇവിടെ ഉള്ളു മോനെ, വളരെ കുറഞ്ഞ കാലമേ ഇവിടെ നിനക്ക് ജീവിതമുള്ളൂ. വഅദ് കേൾക്കുന്ന സഹോദരിമാരെ, എത്ര ആളുകൾ നമ്മൾ യാത്രയാക്കിയിട്ടുണ്ട്. ഉമ്മാമമാര് പലരും നമ്മ വിട്ടുപിരിഞ്ഞില്ലേ? നമ്മൾ പ്രസവിച്ച മക്കള് പോലും പിരിഞ്ഞില്ലേ? അവര് പോകുമ്പോൾ അവരുടെ ചെവിയിലെ സ്വർണങ്ങൾ നമ്മൾ എടുത്തു വച്ചില്ലേ? അവരുടെ മോതിരവും വളയും നമ്മൾ ഊരിയെടുത്തില്ലേ? ഒരു സമയം വന്നപ്പോ അവരൊക്കെ അപ്രത്യക്ഷമായി. അവര് ഖബറാകുന്ന ലോകത്തേക്ക് താമസം മാറിയില്ലേ? അതുകൊണ്ട് സമയം ഇവിടെ വളരെ കുറവാണ്, വളരെ കുറഞ്ഞ സമയം. ഇനിയും കേൾക്കണോ നിങ്ങൾക്ക്? ഇമാമുനൽ നവവി റഹിമത്തുല്ലാഹി അലൈഹി അവിടുന്ന് പറയുന്നത് കാണാം. നാളെ വാനലോകത്ത് നാളെ പരലോകത്ത് വരുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മനുഷ്യരെ നരകത്തിലേക്ക് തള്ളാൻ വേണ്ടി കൽപ്പിക്കുന്ന നേരം, ആ മനുഷ്യരിൽ ചിലര് പറയുന്ന സമയം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ മനുഷ്യര് ചിലര് അള്ളാഹുവിനോട് തർക്കത്തിനൊരുങ്ങുകയാണ്. അള്ളാഹുവേ, നീ ഞങ്ങളെ നരകത്തിൽ ഇടരുത് അല്ലാഹ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യം. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിറിൽ അത് പറയുന്നുണ്ട്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. അവലം നുഅമ്മിറുകും, നിങ്ങൾക്ക് നമ്മൾ ആയുസ് തന്നില്ലേ? അല്ലാഹുവിന്റെ ന്യായമായ മറുപടിയാണ്, നിനക്ക് ഞാൻ ഭൗതിക ലോകത്ത് ആയുസ് തന്നില്ലേ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാൻ മാത്രം സമയം, ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ മാത്രം സമയം ഭൗതിക ലോകത്ത് നിനക്ക് തന്നിരുന്നില്ലേ?
ഈ ആയത്തിന് 4 തഫ്സീറുകളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ എന്ന് പറഞ്ഞാൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മഹാനവറുകൾ പറയുന്നത് 60 വയസ്സാണ്. 60 വയസ്സ്. അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് ആയുസ് തന്നില്ലേ എന്ന് ഖുർആനിന്റെ ചോദ്യത്തിന് അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് നമ്മൾ 60 വർഷത്തെ ജീവിതം തന്നില്ലേ? 60 കൊല്ലം ഭൗതിക ലോകത്ത് നിനക്ക് സാഹചര്യം തന്നില്ലേ? അവലം നുഅമ്മിർക്കും, ആയുസ് 60 കൊല്ലം തന്നില്ലേ? ഇത് പറഞ്ഞ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് ഇമാം നവവി ഉദ്ധരിക്കുന്നത് കാണാം. ഒരാൾക്ക് ദുനിയാവിൽ 60 കൊല്ലം ജീവിതം കിട്ടിയാൽ ശരിക്കും ശ്രദ്ധിക്കണേ പിതാക്കന്മാരെ, വയസ്സെത്തിയ ഉമ്മാമമാരെ, 60 കൊല്ലം ഒരുത്തന് ദുനിയാവിൽ ആയുസ് കിട്ടിയാൽ ലൈസ ലഹു ഉദ്റുൻ ഇൻദല്ലാഹ്, അയാൾക്ക് പിന്നെ അല്ലാഹുവിനോട് ഒരു കാരണവും പറയാൻ കഴിയില്ല. അയാൾക്ക് അല്ലാഹുവിനോട് ഒരു കാരണവും പറയാൻ കഴിയില്ല, ഒരു ന്യായവും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. 60 കൊല്ലമാണ് നശിപ്പിച്ചത്. 60 കൊല്ലമാണ് വെറുതെ നശിച്ചു പോയത്. അതുകൊണ്ട് മറുപടി ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞത് 60 വയസ്സാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളുടെ ശിഷ്യനാണ് മഹാനായ സയ്യിദുനാ ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. മഹാൻ പറയുന്നത് അവലം നുഅമ്മിറുക്കും എന്ന ആയത്തിന് ഞാൻ കാണുന്ന തഫ്സീർ, ഞാൻ കാണുന്ന വ്യാഖ്യാനം 40 വയസ്സാ. അവലം നുഅമ്മിറുക്കും, നിനക്ക് ഞാൻ 40 വയസ്സ് തന്നില്ലേ? പാരത്രീക ലോകത്ത് അല്ലാഹുവിന്റെ ചോദ്യം വരുന്നത് നിനക്ക് 40 കൊല്ലം ഭൗതിക ലോകത്ത് തന്നില്ലേ? എന്തടോ ചിന്തിക്കാത്തത്? ഇത് പറഞ്ഞ് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾക്ക് 40 വയസ്സ് കിട്ടിയാൽ ലൈസ ലഹു ഉദ്റുൻ ഇൻദല്ലാഹ്, അയാൾക്ക് പിന്നെ അള്ളാഹുവിനോടൊരു ന്യായവും പറയാനില്ല. എന്തു പറയാനാണ്? അള്ളാഹുവിന്റെ ചോദ്യം, എടോ നിനക്ക് 40 കൊല്ലം കിട്ടിയിട്ട് 40 കൊല്ലം നീ ജീവിച്ചിട്ടെന്തേ അത് ചിന്തിക്കാതിരുന്നത്? എന്തേ ഭൗതിക ലോകത്തുണരാതിരുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നതാണ്. ഇനിയും അതേ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾക്ക് നേതാവ് ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് ഇതേ ആയത്തിന് മഹാനവറുകൾ കൊടുക്കുന്ന തഫ്സീർ 18 വയസ്സാണ്. അവലം നുഅമ്മിറുക്കും, നിനക്ക് ഞാൻ 18 കൊല്ലം തന്നില്ലേ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ 4ാമത്തെ തഫ്സീർ ഇമാം നവവി തങ്ങൾ എഴുതുന്നത് കാണാം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് വെറും 15 വയസ്സാണ്. 15 വയസ്സ് കിട്ടിയില്ലേ എന്നാണ് മഹ്ശറയിലെ ചോദ്യം വരുന്നത്. 15 കൊല്ലത്തെ ആയുഷ്കാലം കിട്ടിയിട്ട് എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഇത് പറഞ്ഞ ഇമാം പറയാണ്, 15 വയസ്സ് കിട്ടിയ മനുഷ്യ ഓർത്തോളണം, 18 എത്തിയ മനുഷ്യ ഇമാം ശാഫിഈ തങ്ങൾ പറയുന്നു ശ്രദ്ധിക്കണം, 40 വയസ്സ് കിട്ടിയ മനുഷ്യ ശരിക്ക് ചിന്തിക്കണമെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു പറയും. ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 60 വയസ്സെത്തിയവരെയും വിളിക്കുന്നു, മോനെ ഇനി എനിക്ക് സമയം കിട്ടിയില്ലെന്ന് പറയണ്ട, എനിക്കിവിടെ ടൈമില്ലെന്ന് പറയണ്ട, അത് പറഞ്ഞു രക്ഷപ്പെടാമെന്ന് കരുതണ്ട, അത് വെറും മിഥ്യയാണടാ. എന്ത് പറയാനുണ്ട് എന്റെ വഅദ് കേൾക്കുന്ന കൂട്ടത്തിൽ, എന്റെ പ്രഭാഷണത്തിനെത്തിയ സദസ്സിലെത്തിയ മോമിനീങ്ങളെ, നമ്മൾ 18ഉം 15ഉം 40ഉം 60 വരെ എത്തിയവരില്ലേ?
എന്താണ് റബ്ബിനോട് നാളെ മറുപടിക്കുള്ളത്? അതുകൊണ്ട് തന്നെ ഹബീബിന്റെ ചോദ്യം അവിടുത്തെ ഉണർത്തൽ വരുന്നു. നീ എത്ര കാലം ഭൗതിക ലോകത്തുണ്ടാകും? അതിനനുസരിച്ച് നീ നന്നായി പണിയെടുത്തോ, വെറുതെ ഇരിക്കല്ല. സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്കൊലി മുഴങ്ങുന്ന സമയം ഒരിക്കലും പുറകോട്ട് പോവല്ല. ഒരിക്കലും നീ കിടന്നുറങ്ങല്ല. ഇവിടെ കിടന്നുറങ്ങേണ്ട ടൈമല്ല. ഇവിടെ ആഘോഷിക്കണ്ടയും അതുപോലെ തന്നെ ഇവിടെ അടിച്ചു പൊളിക്കണ്ടയും ലോകമല്ലേത്. ഇവിടെ ശരിക്കും മുഅ്മിനായ മനുഷ്യൻ തന്ത്രത്തോടെ ബുദ്ധിപരമായി നീങ്ങേണ്ട ലോകമാണിവിടെ. ഇവിടെങ്ങാനും പാളിപ്പോയാൽ, ഇവിടെ എങ്ങാനും അവന്റെ ചിന്തക്ക് വലിയ തകരാറ് പറ്റിയാൽ അതുകൊണ്ടവന് വൻ നഷ്ടമാണ് വരാനുള്ളത്. അതുകൊണ്ട് ഉറങ്ങാതെ ജമാഅത്തിന് പങ്കെടുക്കണമെന്ന വാശി നമുക്ക് വേണം. അതുപോലെ സൽക്കർമ്മങ്ങൾ എന്തുണ്ട്, ഒന്നും നമുക്ക് നഷ്ടപ്പെടാതെ നോക്കാം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. പൂർവകാലത്ത് ജീവിച്ച മഹാന്മാർ സ്വലാത്തിന്റെ മജ്ലിസിന്റെ ഹൽഖയുടെ വാർഷിക സദസ്സല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അതിരറ്റ് സ്നേഹിച്ചിരുന്നൊരു മഹാൻ ബഹുമാനപ്പെട്ട ഇമാം അബൂബക്കർ തങ്ങൾ തന്റെ കിതാബിൽ പറയുന്നത് കാണാം. ജന്മനാ രണ്ട് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യൻ, അയാൾക്ക് ജീവിതത്തിൽ കണ്ണിന്റെ കാഴ്ച എന്നത് അല്ലാഹു നൽകിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ജമാഅത്തിന് പോവാൻ വലിയ താല്പര്യമായിരുന്നു. പള്ളിയിൽ നിന്ന് വാങ്ക് മുഴങ്ങിയാൽ അയാൾക്ക് വേഗം പള്ളിയിലെത്തണം. കാരണം അദ്ദേഹം പറയാറുള്ളത്, തനിച്ച് നിസ്കരിക്കുന്നതിന്റെ 27 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു പ്രതിഫലമാണല്ലോ, ഒരു അമലാണല്ലോ. പുരുഷന്മാർക്ക് മുഅക്കദായ സുന്നത്താണ് ജമാഅത്ത് നിസ്കാരം. സ്ത്രീകൾക്ക് അങ്ങനെ മുഅക്കദായ സുന്നത്തില്ല. സ്ത്രീകൾക്ക് സുന്നത്താണ് അവരവരുടെ വീടുകളിൽ. സ്ത്രീകളും ഞങ്ങളുണ്ട് പള്ളിയിലേക്കെന്ന് പറയേണ്ടതില്ല. പള്ളിയിൽ വരാതെ തന്നെ അല്ലാഹു അവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. ഉദാഹരണം നിങ്ങൾ നോക്ക്, മയ്യിത്തിന്റെ കൂടെ പോകൽ ആണുങ്ങൾക്ക് പുരുഷന്മാർക്ക് സുന്നത്താണ്. മയ്യിത്തിന്റെ കൂടെ പോവൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. എന്നാ പിന്നെ പെണ്ണുങ്ങളും പോരട്ടെ എന്ന് പറയാൻ പറ്റുമോ? സ്ത്രീകൾ പോവൽ അത് കറാഹത്താണ്. ഇനി ഒരു മയ്യിത്തിന്റെ കൂടെ സ്ത്രീകൾ പോകുമ്പോൾ ഫിത്ന ഭയപ്പെട്ടാലോ? മഹാന്മാര് പറയുന്നത് ഹറാമാണ്. മയ്യിത്തിന്റെ കൂടെ പോകുന്നത് ഫിത്ന ഭയപ്പെടുമ്പോ അത് ഹറാമാണ്. അല്ലാത്ത സന്ദർഭത്തിൽ പോവൽ അത് കറാഹത്താണ്. അതുപോലെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. മറിച്ച് മഹാന്മാരുടെ മഖബറകളിൽ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബർ ശരീഫിന് സമീപത്ത് എല്ലാ ചിട്ടകളും പാലിച്ച് എല്ലാ നിബന്ധനകൾക്ക് അനുസൃതമായി സ്ത്രീകൾക്ക് പോകലത് സുന്നത്തുമാണ്. അവിടെ സ്ത്രീകൾ എല്ലായിടത്തും പോകണമെന്നില്ല. എന്നാ സ്ത്രീകൾ പള്ളിയിലേക്ക് പോവണ്ടേ എന്ന് വാശി പിടിക്കേണ്ടതില്ല. സ്ത്രീകൾ പള്ളി മാത്രമല്ല എവിടെയും പോവേണ്ടതില്ല. പോവാതെ തന്നെ അവർക്ക് പ്രതിഫലം വാരിക്കൂട്ടാൻ ഇസ്ലാം വ്യാപ്തിയുള്ളതാണ്. ചിലർക്കൊരു സംശയം, സ്ത്രീകൾ പോയില്ലെങ്കിൽ കൂലി കുറഞ്ഞു പോവില്ലേ? സ്ത്രീകൾ പോയില്ലെങ്കിൽ കൂലി കുറഞ്ഞു പോവില്ല. അങ്ങനെ ആരും ഭയപ്പെടണ്ട. അല്ലാഹുവിന് ഒരുപാട് കൊടുക്കാൻ കഴിയും. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സ്ത്രീകളെ രക്ഷപ്പെടുത്തണമെന്ന് വാദമുള്ള കുറച്ച് ആളുകൾ. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു വാദില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആർത്തവ കാലയളവിൽ നിസ്കരിക്കേണ്ടതില്ല. ഒരു സ്ത്രീക്ക് ആർത്തവ കാലയളവിൽ അവൾ നിസ്കരിക്കേണ്ടതില്ല. ശരിക്കും ചിന്തിക്കണം, കൂലി വേണ്ടേ എന്ന് ചോദിക്കുന്നവരോടാ പറയുന്നത്. എന്നാൽ ഫിഖ്ഹ് പറയുന്നു, ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നു, ഒരു പെണ്ണ് ആർത്തവ കാലയളവിൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം അവൾ ഖളാ വീട്ടാൻ പാടില്ല. ഏതെങ്കിലും ഒരു പെണ്ണിന് 7 ദിവസത്തെ നിസ്കാരം നഷ്ടപ്പെട്ടാൽ ആർത്തവ കാരണത്താൽ അത് നഷ്ടപ്പെട്ടെന്നത് കൊണ്ട് ആ സഹോദരി നിസ്കാരം ഖളാ വീട്ടട്ടെ എന്ന് കരുതിയാൽ അത് ഹറാമാണ്. അത് സ്ത്രീകൾക്ക് അല്ലാഹ് കൊടുത്ത ആനുകൂല്യമാണ്. സ്ത്രീകളുടെ ശരീരഘടനക്കനുസരിച്ച് റബ്ബിന്റെ തീരുമാനമാണ്. ആർത്തവ കാലയളവിലെ നിസ്കാരം അവൾ ഖളാ വീട്ടണ്ട. ഉസ്താദേ 7 ദിവസം നിസ്കാരമൊക്കെ പോയില്ലേ, അതുകൊണ്ട് അവൾ മാറ്റി വേഗം ഖളാ വീട്ടട്ടെ. ഇസ്ലാം പറയാത്തത് ഇവിടെ പറയാൻ ആരും വരണ്ട. ഞാൻ
പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ വിചാരിക്കാതെ തന്നെ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ജമാഅത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാണ്, പള്ളിയിലോട്ട് പോയി തന്നെ വാങ്ങണ്ട, വീട്ടിൽ വെച്ച് കൃത്യമായി വൃത്തിയോടെ ശുദ്ധിയോടുകൂടെ നിസ്കരിക്കുന്ന പെണ്ണിനെവിടെയും പ്രതിഫലമാണ്. ജമാഅത്ത് പറഞ്ഞു, സ്ത്രീ പറഞ്ഞതുകൊണ്ട് പറയട്ടെ ഞാൻ, സ്ത്രീകൾ നിസ്കാരക്കുപ്പായം ധരിക്കുമ്പോ ശ്രദ്ധിക്കണം. പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. നാളിപ്പോ ഒരാൾ തമാശക്കാണെങ്കിലും അയാളൊരു കാര്യം പറയുണ്ടായി. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഭർത്താവിന്റെ വീട്ടിലല്ലേ നിൽക്കല് അല്ലേ? കൂട്ടിക്കൊണ്ടുവന്നപ്പോ രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കാൻ ഇവളെ കാണുന്നില്ല. കുറെ സമയം കാത്തുനിന്നിട്ടും ഇവളെ കാണുന്നില്ല. അപ്പൊ ആരോ പറഞ്ഞു പോയി നോക്കാം. അപ്പൊ ഒരാൾ വന്നിട്ട് അവള് നിസ്കരിക്കാൻ വേണ്ടി പോയതാണ്. ഒന്നാ ഇപ്പൊ വരെയായിരിക്കും, ഇശാഅല്ലേ, 4 റക്അത്ത് നിസ്കരിച്ച് വരും. ഒന്നാ പിന്നെ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവളെ കാണുന്നില്ല. അങ്ങനെ ഇവർ പോയി നോക്കുമ്പോ ഈ സാധു പെൺകുട്ടി, ഇവിടുത്തെ ഈ പരിസരത്തുള്ള ഒരൊറ്റയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഇവിടെ ഉള്ളവരൊക്കെ സ്വാലിഹീങ്ങളാണ്. ഞാൻ പോകുന്ന വഴിയിലുള്ളവരൊക്കെ സ്വാലിഹീങ്ങളാണ്. കാരണം എന്റെ പോക്ക് തടസ്സപ്പെടാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഈ പെൺകുട്ടി പോയി നോക്കുമ്പോ ഇവള് നിസ്കാരക്കുപ്പായത്തില് കൈ രണ്ടെടുത്ത് 2 കാലുമാണ് ഇട്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, 2 കാലും ഇട്ടിട്ട് ഇതെന്താ ചെയ്യണം? ബാക്കി ഒരുപാട് സാധനം ബാക്കിയാണ്. ഇനി എന്താ അത് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. ഇപ്പത്തെ പെൺകുട്ടികളുടെ ഒരു രൂപ ഇസ്ലാമുമായിട്ട് ബന്ധത്തെക്കുറിച്ച് ഒരാൾ തമാശയാണെങ്കിൽ പറഞ്ഞത് കാര്യമാണ്. ഞാൻ പറഞ്ഞത്, നിസ്കാരക്കുപ്പായം ധരിക്കുമ്പോ സ്ത്രീകൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിസ്കാരക്കുപ്പായം അത് നിസ്കാരത്തിനോളം വ്യാപ്തിയുണ്ടതിന്. നിസ്കാരം നിർബന്ധമുള്ളത് മുതലേ ഉള്ള ഒരു സാധാരണ ഒരു വസ്ത്ര രീതിയാണത്. മുഖവും മുൻകൈയും ഒഴികെയുള്ളത് മുഴുവനും മറച്ചുകൊണ്ടൊരു രൂപം. ആ സമയത്ത് സമിഅല്ലാഹു ലിമൻ ഹമിദഹു പറയുമ്പോൾ കൈ ചുമലുവരെ പൊക്കൽ ശാഫിഈ മദ്ഹബിലെ പ്രബല സുന്നത്താണ്. ആ സമയത്ത് പെണ്ണിന്റെ കുപ്പായ കൈ താവാൻ പാടില്ല. 2 കൈത്തണ്ടയിൽ കുപ്പായ കൈ താഴോട്ട് വന്നാൽ നിസ്കാരത്തിന്റെ ശർത്താണ് ഔറത്ത് മറക്കുക എന്നത്. അത് നഷ്ടപ്പെടാനത് കാരണമാണ്. അതുകൊണ്ട് നമ്മുടെ നിസ്കാരവും നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ കൈ ഒന്നുകിൽ ശരിക്കും ഇവിടെ എന്തെങ്കിലും അലാസ്റ്റിക് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം ഇവിടെ വെച്ചിട്ടായിരിക്കണം. കൈ പൊക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്ന് സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മുഖമക്കന, അതൊരു നല്ല ഇസ്സത്തിന്റെ, ഒരു പ്രൗഢിയുടെ, ഒരു മുസ്ലിം പെണ്ണിന്റെ ഏറ്റവും വലിയ തഖ്വയുടെ ഒരു ചിത്രമാണത്. ആ ഒരു മുഖമക്കന ധരിക്കുമ്പോ ചില സ്ത്രീകൾക്കൊരു കയറ് പുറകിലേക്ക് വലിച്ചു കെട്ടുന്നൊരു ശൈലിയുണ്ട്. ആ സ്ത്രീകളാണ് ഇവിടെ വയലിന് വരുന്നത് എന്ന് എന്റെ പ്രവർത്തകർ പറഞ്ഞു. അതുകൊണ്ട് ഒരു ചെറിയൊരു മസാല നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ 2 കണ്ണുകൾക്കും കാഴ്ചശക്തിയില്ലാത്ത മനുഷ്യൻ ഇദ്ദേഹത്തിന് ജമാഅത്തിന് പോകണത് വാശിയാണ്. അപ്പോഴൊക്കെ ഭാര്യ പറയും, നിങ്ങൾ 2 കണ്ണ് കാണാത്ത ആളാണ്, നിങ്ങൾ പള്ളിയിൽ പൊയ്ക്കൊള്ളണമെന്നില്ല. നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോവാൻ ഒരു മിതമായ നിരക്കിൽ ഒരാളെ നിങ്ങൾക്ക് കിട്ടാത്ത കാലത്തോളം, കൈപിടിക്കാൻ കൂലിക്ക് ഒരാളെ കിട്ടാത്ത കാലത്തോളം, അല്ലെങ്കിൽ കൂലി കൊടുക്കാനില്ലാത്ത കാലത്തോളം, നിങ്ങളെ കൊണ്ടുപോകാൻ ഒരു സൗകര്യമില്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് ജമാഅത്ത് സുന്നത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പോവണ്ട. ഭാര്യ എപ്പോഴും വഴക്ക് പറയും ഇയാള്. അപ്പൊക്കെ മഹാൻ പറയും, എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം വഫാത്തിന്റെ 2 ദിവസം മുമ്പ് പോലും ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് പനിച്ചു വിറയ്ക്കുന്ന സമയത്ത് പോലും പള്ളിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ജമാഅത്തിന്റെ പ്രാധാന്യത പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പനിച്ചു വിറയുമ്പോഴും 2 ആളെ തോളിൽ കൈവച്ചുകൊണ്ട് പള്ളിയിൽ വരാറുള്ള മുത്തുനബി. ആ ഹബീബ് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണത് ചെയ്യാതിരിക്കുക? അയാള് കൃത്യമായി പള്ളിയിലേക്ക് പോകും. ഒരു ദിവസം ഭാര്യ പറഞ്ഞു, വല്ല അപകടവും സംഭവിച്ചാൽ എന്നോട് വന്ന് കരഞ്ഞു പറയരുത്, എന്നെ പിന്നെ നിങ്ങളെ സംരക്ഷിക്കാൻ കിട്ടൂല.
എന്തെങ്കിലും പറ്റിയിട്ട് അപകടപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വന്നാൽ അപ്പൊ പറയാൻ ബാക്കി എന്ന് ഭാര്യ താക്കീത് നൽകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരങ്ങളെ, തലേ ദിവസത്തെ രാത്രിയിലെ മഴയിൽ കടപുഴകി വീണ് കിടക്കുന്നൊരു മരം. ഇയാൾ പോകുന്ന വഴിയിലുണ്ട് 2 കണ്ണു കാണാത്ത മനുഷ്യൻ. സുബഹി സമയത്ത് പോകുമ്പോ ഇയാളത് തടഞ്ഞു മറിഞ്ഞങ്ങ് വീണുപോയി. നല്ല പരിക്കുകൾ അദ്ദേഹത്തിന്റെ 2 കാലിനും സംഭവിച്ചുപോയി. ഈ മനുഷ്യൻ വേദന കൊണ്ട് പൊളഞ്ഞു. നേരം പുലരാറായപ്പോഴാണ് ആളുകൾ കാണുന്നത്. അദ്ദേഹത്തെ എടുത്തുകൊണ്ടുപോയി വീട്ടിലങ്ങ് ഇരുത്തിയപ്പോഴേ സുബ്ഹാനല്ലാഹ്, ആളുകൾ അങ്ങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഭാര്യ തുടങ്ങി. ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞതാണ് പോവണ്ട, നിങ്ങൾക്ക് ജമാഅത്ത് സുന്നത്തില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു, അതൊന്നും കേൾക്കാതെ നിങ്ങൾ അത് അവഗണിച്ച് പോയി. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയേനി, നിങ്ങൾ അവിടെ തന്നെ കിടന്നോ എന്നിങ്ങനെ ഭാര്യ ദേഷ്യപ്പെടുമ്പോ ഇയാള് കണ്ണു നിറച്ച് കരയുന്നല്ലോ. ഞാൻ ഈ അമല് ചെയ്തത്, ഞാൻ പള്ളിയിലേക്ക് ജമാഅത്തിനായി പോയത് നിന്റെ പൊരുത്തത്തിനാണ് റബ്ബേ, നീ അല്ലാത്ത വേറെ ഒരു ചിന്തയും എനിക്കില്ല അല്ലാഹ്. അതുകൊണ്ട് തന്നെ റബ്ബേ എന്നെ നീ ഏറ്റെടുക്കണം എന്നിങ്ങനെ പറഞ്ഞ മനുഷ്യൻ സങ്കടത്തോടെ ഒരൽപ്പം അവിടെ കിടന്നതാണ്. ആ കിടത്തത്തിലാണ് വരുന്നു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ കടന്നു വരുന്നു സ്വപ്നത്തിൽ. ഹബീബ് വന്നുകൊണ്ട് സ്വപ്നത്തിലായി ചോദിക്കുകയാണ്, മോനെ എന്താണ് ഭാര്യയും നിങ്ങളും തമ്മിലൊരു തർക്കം? എന്താണ് നീയും ഭാര്യയും തമ്മിലൊരു പ്രശ്നം? അല്ലാഹുവിന്റെ റസൂലിനോട് ആ 2 കാലുകൾക്ക് വേദന മാറാൻ കഴിയും. അതേ വേദന വളരെ വലിയ വിഷമം അനുഭവിക്കുന്ന മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ നിങ്ങൾ ജമാഅത്തിന് പോകുന്നതിന്റെ പ്രതിഫലം പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് വീട്ടിലിരിക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല. 27 ഇരട്ടി പ്രതിഫലമുണ്ടെന്ന് അവിടുന്ന് പറഞ്ഞതിനാൽ ഞാനിങ്ങനെ പോയി. എനിക്കൊരു ചെറിയ അപകടം സംഭവിച്ചതിന് അവൾ എന്നെ വേദനിപ്പിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത ചോദ്യം, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് മോനെ? നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഒന്നും വേണ്ട നബിയെ, എന്റെ 2 കണ്ണുകളുടെ കാഴ്ച കിട്ടിയാൽ എനിക്ക് കൃത്യമായി ജമാഅത്തിന് പോവാമല്ലോ. അപ്പോഴാ പറയുന്നത്, അത് ഞാൻ തരാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കൊടുത്താൽ ഔലിയാക്കൾക്ക് ചെയ്യാം, അല്ലാഹു കൊടുത്താൽ അമ്പിയാക്കൾക്കും കൊടുക്കാം, അല്ലാഹു കൊടുത്താൽ മുർസലീങ്ങൾക്കും കൊടുക്കാം. അതുകൊണ്ടാണ് മറിയം ബീവിയെ സമീപിച്ച് മഹാനായ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ലി അഹബലകി ഗുലാമൻ സക്കിയാ, നിനക്ക് നല്ല ഒരു കുഞ്ഞിനെ തരാനാണ് ഞാൻ വന്നത്, നിനക്ക് നല്ലൊരു കുഞ്ഞുമോനെ തരാനാണ് ഞാൻ വന്നത്, ഞാൻ തരാമെന്നാണ് അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പറഞ്ഞത്. അല്ല കൊടുക്കുമ്പോ അത് കൊടുക്കാനുള്ള കഴിവല്ല കൊടുത്താൽ അത് മലക്കുകൾക്ക് കഴിയും, ഔലിയാക്കൾക്ക് കഴിയും, അമ്പിയാക്കൾക്ക് കഴിയും. അതിലാർക്കാണ് തർക്കമുള്ളത്? ആരാണതിൽ മാറി ചിന്തിക്കേണ്ടത്? അള്ളാഹുവിന്റെ കഴിവ് തന്നെയാണ് അമ്പിയാക്കൾ കൊടുത്താലുമുള്ളത്, അതേ മുർസലീങ്ങൾ കൊടുത്താലും അള്ളാഹുവിന്റെ കഴിവ് തന്നെയാണ് അതിലൂടെ കാണുന്നത്. റാമത്ത് നിഷേധിക്കാൻ വകുപ്പില്ല. അല്ലാഹു വദം കൊടുത്തോ الشيخ محمد عبد القادر الجيلاني قدس الله سره العزيز മഹാനവറുകളെ സംബന്ധിച്ച് മുഹീദ്ദീൻ മലയിൽ കാണാം, നിലനെ കൊടുപ്പാൽ ഒരു മനുഷ്യൻ വളരെ അധവത്തരത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചു വലിയ മഹാനാക്കാൻ അവർക്ക് കഴിയും, നിലവുള്ളവരെ ഇല്ലാണ്ടാക്കാനും അവർക്കുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോ വിഷയം സുന്നത്ത് ജമാഅത്ത് വിശദീകരിക്കുന്നതിലേക്ക് കടക്കുന്നില്ല. വന്നപ്പോ പറഞ്ഞതാ, അള്ളാഹുവിന്റെ റസൂൽ ഏൽക്കുകയാണത് ഞാൻ ശരിയാക്കി തരാം. ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് കുരുടനായ മനുഷ്യന്റെ 2 കണ്ണുകളൊന്ന് തടവിക്കൊടുത്തു. നേരം പുലരുമ്പോൾ
ഇപ്പോൾ ഈ മനുഷ്യൻ ഞെട്ടിയുണരുകയാണ്. അല്ലാഹുവേ, പടച്ചവനേ, റബ്ബേ, എന്തൊരു വലിയ അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ അടുത്ത് വന്ന് എന്റെ രോഗം ശിഫയാക്കി തന്നല്ലോ. അദ്ദേഹം പിന്നെ മരണം വരെ ജമാഅത്തിന് പോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞു വന്നത്, കൂട്ടുകാരാ, വയല് കേൾക്കുന്ന ഉമ്മ, സമയം വളരെ കുറവാണ് കേട്ടോ. എന്റെ ആയുസ്സിൽ പകുതി തീർന്നില്ലേ? 60 കൊല്ലമാണ് അല്ലാഹു നമുക്ക് തരുന്നതെങ്കിൽ അതിൽ പകുതി തീർന്നവരില്ലേ? അതിന്റെ 3/4% തീർന്നു പോയവരില്ലേ? ഇനിയും ഇവിടെ ചിന്തിച്ചിരിക്കല്ലേ, നീ ഒരു മടിയനാവല്ലേ. ഇഅ്മൽ ലിദുനിയാക ബിഖദരി മഖാമിക ഫീഹാ. എത്ര കാലം ഇവിടെ ഉണ്ടാകും അത് നീ എപ്പോഴും ഓർക്കണം. ഞാനിവിടെ കൂടുതൽ സമയമില്ല. എത്രത്തോളം അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം. നീ ഒരു നിസ്കാരം നിർവഹിക്കുമ്പോഴും നിന്റെ കൽബിൽ വേണ്ടത്, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. ഞാൻ ഈ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ മരിക്കേണ്ടവനാണ്. എന്റെ മരണം എന്റെ കൂടെ സലാം വീട്ടിയ ഉടനെ എനിക്ക് മരണം വരാനുള്ളതാണ്. എനിക്ക് ടൈം കുറവാ എന്ന ചിന്ത കൽവിന്ന് പോവരുതെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഓർമ്മ ഉള്ളവന് തമാശക്ക് സമയമില്ല. ഈ ഒരു ഓർമ്മയുള്ള യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവന് കൂട്ടുകൂടാൻ, അനാവശ്യ കൂട്ടുകൂടാൻ അവന് സമയമില്ല. ഈ ഒരു ചിന്ത കൽബിലുള്ള പെണ്ണിന് ഇവിടെ ആസ്വാദനത്തിന്, ആഡംബരത്തിന് അവൾക്ക് ഇവിടെ നേരമില്ല. അവര് പിന്നെ ഫുൾ ടൈം അല്ലാഹു എന്ന ചിന്തയിലാണ്. അങ്ങനെയുള്ള കൽബുള്ള എത്ര മഹാന്മാരുണ്ട്. ഊണും ഊറക്കവുമൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പോറുത്ത് നടന്നോവർ ഉദിപ്പകലിലൊക്കെയും നൽ നോമ്പതും പൂടീത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടും സദത്തെ ഇറയകോനിൽ ഏറ്റവും ശുക്റും ഓതിടും ഖുർആനെ ഈനമരീഫത്ത് ഹുക്ക് നൽവഴി പൂണ്ടാനേ. സ്ത്രീകളെ, നിങ്ങൾക്കറിയില്ലേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഉദിപകലിലൊക്കെയും നൽ നോമ്പതും പുടിത്തേ. ഉദിച്ച പകലുകൾ മുഴുവനും അവർക്ക് നോമ്പാണ്. കാരണം ജീവിതം കൂടുതലില്ലെന്നവർക്ക് ബോധ്യമുണ്ട്, ടൈം കുറവാണെന്നവർക്ക് ബോധ്യമാ. ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടും സദത്തെ. ഉറങ്ങാതെ രാത്രി മുഴുവനും നിസ്കാരവുമാ. അങ്ങനെ മഹതിയായ നഫീസത്തുൽ മിസ്രിയ ജീവിച്ചില്ലേ? അതേ ജീവിതം കുറച്ചുകൂടെ നീണ്ട് ഏകദേശം വിശുദ്ധ റമദാൻ എത്തിയപ്പോൾ, വിശുദ്ധ റമദാനിന്റെ ഒടുവിലെ 10ലാണ് നഫീസത്തുൽ മിസ്രിയ വഫാത്താകുന്നത്. ആ സമയത്താണ് രോഗം ബാധിച്ച് ശരീരം തളർന്ന് ആകെ വിഷമിക്കുന്നൊരു സമയം വന്നപ്പോൾ വരിശ ബീവിൽ മൗത്ത് വന്ന് ഹാദിറായോത്തേ വൈദിയൻ ഓരത്ത് നോമ്പോഴിക്കുവാൻ താരീത്തേ. തരിത്തവരോടോതി ഞാൻ മോറിത്തിടാ സൗമാനേ. തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പോൾ താനേ.
വരിശബീരിൽ മൗത്ത് വന്ന് ഹാദിറായൊക്കത്തെ നഫീസത്തുൽ മിസ്രിയുടെ മരണത്തിന്റെ തൊട്ട് മുമ്പത്തെ സമയം വൈദ്യൻ പരിശോധിച്ചിട്ട് പറഞ്ഞു, ബീവി നിങ്ങളൊന്ന് നോമ്പൊഴിവാക്കാമോ? മരുന്ന് നിങ്ങളെ ശരീരത്തോട് ഇഴുകിച്ചേരുന്നില്ല, നിങ്ങൾ നോമ്പൊന്ന് വിട്ടു തന്നാൽ വളരെ വലിയ ഉപകാരമായിരുന്നല്ലോ. അപ്പോഴാണ് മഹദി പറയുന്നത്, ോടോതി ഞാൻ മോറിത്തിടാ സൗമാനേ തനിയവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പോൾ താനേ. ഓ കൂട്ടുകാരികളെ, ഡോക്ടറെ നിങ്ങളെന്താ ഈ പറയുന്നത്? എന്റെ നോമ്പ് ഒഴിവാക്കാനോ? നിങ്ങളൊന്ന് പുറത്തു പോകുമോ? ഇപ്പൊ ഇവിടെ മലക്കുകൾ വരാനിരിക്കുകയാ. ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് യാത്രക്കൊരുങ്ങാനിരിക്കുകയാ. അതുകൊണ്ട് ഞാൻ മരണത്തിന് പുൽകാൻ നിൽക്കുന്ന സമയത്ത് തനിയമൻ നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താനേ ഞാനിപ്പോ നോമ്പോടുകൂടെ മരിക്കാനിരിക്കുകയാ. ഔലിയാക്കള് കണ്ടോ നിങ്ങള്? അവരുടെ ഇബാദത്തിന്റെ മൂഡ് കണ്ടോ? അവരുടെ ഇബാദത്തിനോടുള്ള താല്പര്യം കണ്ടോ? എന്തുകൊണ്ട് അവർക്ക് ഭൗതിക ജീവിതത്തെ കുറിച്ചറിയാം. ഇത് ശാശ്വതമല്ല. ഒരു രാത്രി കിട്ടിയാൽ അത് ലാഭമെന്നല്ലാതെ, ഒരു വർഷം കിട്ടിയാൽ അത് ലാഭമെന്നല്ലാതെ ഇവിടെ ആൾക്കും നിരതാമസത്തിന് കഴിയില്ല. ഇവിടെ ആരും സ്ഥിരമായി നിൽക്കുകയില്ല. ഇവിടെ ഒരാൾക്കും അതിന് കെൽപ്പില്ല. ഇവിടെ ഒരാൾക്കേ അതിന് പവർ കിട്ടാനിടയുള്ളൂ. അത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി. വലൗ കാനതി ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഇവിടെ ഒരു മനുഷ്യന് ശാശ്വതമായി ജീവിക്കാൻ അല്ലാഹു അനുവാദം കൊടുക്കുമെങ്കിൽ അത് കിട്ടേണ്ട ആള് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. എന്റെ മോമിനായ മനുഷ്യ, ഹബീബ് യാത്ര പോയില്ലേ? മുത്തുനബി 63 വയസ്സിൽ ഇവിടുന്ന് പിരിഞ്ഞില്ലേ? അവിടുന്ന് റൗളയിൽ വിശ്രമിക്കുകയല്ലേ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 63 വയസ്സിൽ പിരിഞ്ഞില്ലേ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ 63 വയസ്സിൽ പിരിഞ്ഞില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട താജുൽ ഉലമ നമ്മെ പിരിഞ്ഞില്ലേ? തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാരി അടുത്ത് നമ്മോട് വിട പറഞ്ഞില്ലേ? ഈ കെ അബൂബക്കർ മുസ്ലിയാര് പിരിഞ്ഞില്ലേ? ഈ കെ ഹസൻ മുസ്ലിയാര് പിരിഞ്ഞില്ലേ? അല്ലാഹു അവരൊക്കെ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഇതറിയിക്കുന്നത് എന്താ? ഈ കണ്ട വലിയ വലിയ ഇതിഹാസ പുരുഷന്മാരായ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, മഹാന്മാർ എല്ലാരും പോയിട്ടുണ്ട്. ഉടനെ നീയും പോകും. അതിനു മുമ്പ് ഭൗതിക ലോകത്തെ കുറിച്ച് പഠിച്ചോ. ഇവിടെ സമയം കുറവാണ്, വളരെ കുറവാണ്. ഉള്ള സമയം അല്ലാഹുവിലേക്ക് അടുക്കുക. ഔലിയാക്കൾ ചെയ്തതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. മഹാന്മാര് ചെയ്തതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല. അവർ ചെയ്തതുപോലെ നമ്മളെ കൊണ്ട് അവിടെ സാധിക്കാനാ. പക്ഷേ ആവുന്നത് ചെയ്യാതെ സുബഹിന്റെ സമയത്ത് കിടന്നുറങ്ങുകയും അതേ മൃഗങ്ങളെ പോലെ രാത്രി മുഴുവൻ ചുറ്റി നടക്കുന്ന നായകളെ പോലെ കറങ്ങി തിരിഞ്ഞു നടന്ന് സുബഹിന്റെ സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങുന്ന യുവാവേ, ആ യുവാവിനൊന്ന് വിളിച്ച് നിസ്കരിപ്പിക്കാൻ മടി കാണിക്കുന്ന മുസ്ലിം സ്ത്രീകളെ,
പലിശക്ക് മടിയില്ലാത്തവരായാൽ നമുക്കെങ്ങനെ ഈ ഭൗതിക ലോകത്ത് രക്ഷ കിട്ടും, ആഖിറത്തിൽ എങ്ങനെ രക്ഷ കിട്ടും? മദ്യപാനത്തിനോ അഥവാ ധാർമ്മിക പ്രവർത്തനങ്ങൾക്കോ ഒരു മടിയുമില്ലാത്തവരായിക്കൂടാ. ആ റബ്ബിന്റെ അടുത്ത് പോകണമെന്നൊരു ബോധം, എന്റെ ജീവിതം കൃത്യമായി അല്ലാഹു ുന്നൊരു ശൈലിയും ഒരു ബോധവും നമ്മുടെ ഖൽബിലുണ്ടാവാതെ പോകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം, നിന്റെ ഭൗതിക ലോകത്ത് എത്ര കാലം തടാ നിന്റെ ജീവിതം, എത്ര കാലം ജീവിക്കും നീ ഭൂലോകത്ത്, അതിനനുസരിച്ച ജീവിതം മതി നിനക്ക്. അതിലപ്പുറത്തേക്കുള്ള കളി നിനക്ക് വേണ്ട, അതിലപ്പുറത്തേക്ക് നീ കളിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു മുഴുവനും അറിയുന്നവനാണ്. അവന്റെ കൈവെട്ടിക്കാൻ, അവന്റെ കണ്ണിൽ നിന്ന് മാറാൻ നിന്നെ കൊണ്ട് കഴിയില്ല. ഈ മജ്‌ലിസിലിരുന്നുണ്ടെന്ന് ആലോചിക്കാമോ, ഇനി എത്ര നാൾ ഞാൻ ബാക്കിയുണ്ടാകും, ഇനി എത്ര കൊല്ലം ഞാൻ ഉണ്ടാകും? നമുക്ക് മറുപടിയുള്ളത് ഒരു പിടുത്തവുമില്ല. നാളെ സുബഹി വെറും പ്രതീക്ഷയാ. അതുകൊണ്ട് മജ്‌ലിസിൽ വെച്ചുറപ്പിച്ചോ, ഇനിയുള്ള എന്റെ ജീവിതം ഓരോ ടൈമും അല്ലാഹുവിനുള്ളതാണ്. അതൊരു ഭാഗ്യമാണ്, സാധാരണക്കാര് മനസ്സിലാക്കണം. ചിലര് പറയും, ഉസ്താദേ നിങ്ങളൊക്കെ ഭാഗ്യവാനാണ്, നിങ്ങളൊക്കെ എപ്പോഴും പള്ളിയിലാണ്, നിങ്ങളൊക്കെ എപ്പോഴും മതാധ്യാപനത്തിലാണ്. അങ്ങനെ ഒരാൾക്ക് മാത്രമല്ല, എപ്പോഴും നമുക്ക് നല്ല നീയത്തുകൾ കൊണ്ട്, നല്ല നീയത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നന്മകൾ ധാരാളം വാരിക്കൂട്ടാം. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയവും നമുക്ക് നല്ല മുതൽക്കൂട്ടാക്കി മാറ്റാം. ഉദാഹരണം, ഞാനൊരു ഓട്ടോ ഡ്രൈവറെ കുറിച്ച് പറയട്ടെ. ഒരു ഓട്ടോറിക്ഷാ തൊഴിലാളിയായ മനുഷ്യൻ, അയാള് രാവിലെ തന്നെ ഓട്ടോയുമായി പുറത്തിറങ്ങുമ്പോ അയാളെ നീയത്ത് എന്താണ്? ആ മനുഷ്യന്റെ കൽബിലെ ആള് നീയത്ത് ചെയ്തു, ഒന്നുമല്ല, അല്ലാഹുവേ എന്റെ കുടുംബം പുലർത്തുന്നതിന്, എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും ഞാൻ നല്ല ഭക്ഷണം നൽകുന്നതിന് ഞാനിതാ കഠിനാധ്വാനം ചെയ്യാൻ, അധ്വാനിക്കാൻ ഇറങ്ങുന്നു. അല്ലാഹുവേ ഇതെന്റെ ഒരു ഇബാദത്തായി നീ കാണണമേ എന്ന് കരുതിയാൽ, അന്ന് വൈകുന്നത് വരെ ആള് വാഹനം ഓടിച്ചത് അല്ലാഹുവിന് ഇബാദത്താണ്. സഹോദരന്മാരെ, നീയത്ത് കൊണ്ട് കാര്യം നേടാൻ സാധിക്കും നമുക്ക്. അതുകൊണ്ട് സാധാരണക്കാരാ മസല അറിയണം. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നീയത്തോടുകൂടെ ചെയ്യാൻ ശ്രമം നടത്തണം, അത് ശീലിക്കണം. അല്ലേതതുപോലെ തന്നെ മറ്റു തൊഴിൽ ചെയ്യുന്നവരും, അതുപോലെ തന്നെ കച്ചവടം നടത്തുന്നവരും, അതുപോലെ തന്നെ മറ്റു ജോലികളിൽ ഏർപ്പെടുന്നവരുമൊക്കെ നീയത്ത് നന്നാക്കുക. അല്ലാഹുവേ ഞാൻ ഈ ജോലി ചെയ്യുന്നത് എന്റെ കുടുംബത്തിന് നല്ല ഭക്ഷണം കൊടുക്കാനാണ്. നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം പോലും നീ ചെയ്യുന്ന സദഖയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നിയ്യത്തിന് ഭയങ്കര ഫലമാണ്. നീയത്ത് നന്നാക്കിയാൽ, ഉദാഹരണം ഈ വഅദ് പറയുന്ന എന്റെ മനസ്സിലും വേണം, അല്ലാഹുവേ നിന്റെ ദീന് സജീവമാക്കാനാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാഹുവേ പ്രസംഗം കേൾക്കുന്ന നിങ്ങളെ മനസ്സിലും വേണം, അല്ലാഹുവേ ഞാൻ ഇന്ന് ഇവിടെ പ്രസംഗം കേൾക്കാൻ എത്തിയത് നീ എന്നിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹുവേ എന്ന് കരുതിയാൽ ഓരോ സമയവും ഇബാദത്താണ്. 2 മണിക്കൂർ സമയം അതുപോലെ തങ്ങളവറുകൾ അതുവായുമെല്ലാം നമ്മുടെ ഇബാദത്തായി മാറി. ഇങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കുക. നിങ്ങൾക്കറിയുമോ ഒരു ചരിത്രം? അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ ആ വലിയനെ കാണാൻ ഒരു സാധാരണക്കാരൻ, വളരെ സാധാരണ ജീവിതമുള്ള ഒരു മനുഷ്യൻ, നാട്ടിലൊരു മഹാൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോ അവരെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഇയാളിങ്ങനെ വന്ന് നോക്കുമ്പോ വലിയായ മനുഷ്യൻ തന്റെ ഷെഡിൽ തന്റെ ഖാദിമിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു. ഇയാൾ ദൂരെ നിന്ന് കാണുകയാണ്. അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല. അയാൾ ആ മഹാനായ മനുഷ്യനോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹം താമസിക്കുന്ന ചെറിയ വീട്ടിലേക്ക് പോകാൻ മാത്രമൊന്നും ഇയാൾക്ക് ധൈര്യമില്ല. ഇയാൾ പുറത്തിങ്ങനെ ഇടക്കൊന്ന് മഹാനൊന്ന് നോക്കും, പിന്നെ ഇങ്ങോട്ട് മറിഞ്ഞു നിൽക്കും, വീണ്ടും നോക്കും, പിന്നെയും മറിഞ്ഞു നിൽക്കും. ഒരു മരത്തിന്റെ മറവിൽ ഇങ്ങനെ നിന്ന് അയാൾ അങ്ങനെ വീക്ഷിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ മനസ്സിലായിട്ട് ധൈര്യമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മഹാനായ വ്യക്തി തന്റെ ഷെഡിൽ നിന്ന്, താനിരിക്കുന്ന റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഒരാളോട് പറയുന്ന പോലെ അൽ ബസൽ അൽ ബസൽ അൽ ബസൽ എന്നിങ്ങനെ പറയുന്നു. അൽ ബസൽ എന്ന് പറഞ്ഞാൽ ഉള്ളി എന്നാണ് അതിനർത്ഥം. ഉള്ളി എന്നാണ് അതിനർത്ഥം.
ഈ മഹാനായ മനുഷ്യൻ തന്റെ ഖാദിമിനോട് അൽ ബസൽ എന്ന് ഉള്ളി എന്ന് പറഞ്ഞപ്പോൾ, ഉള്ളി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഉള്ളി എന്ന് പറഞ്ഞാൽ അറിയോ? എന്തായാലും ഉള്ളി ഉള്ളി എന്ന അൽ ബസൽ എന്ന പദം പറഞ്ഞപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കിയത് അത് എനിക്കുള്ള ദിക്റാന്നാണ്. സാധാരണക്കാരനായ മനുഷ്യൻ ഇയാൾ മരത്തിന്റെ പുറകിൽ ഇങ്ങനെ നോക്കുകയും പിന്നെ ഞങ്ങൾ മറിഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോ അൽ ബസൽ എന്ന് പറഞ്ഞപ്പോ അത് എന്റെ ദിക്റാന്നാണ് ഇയാൾ മനസ്സിലാക്കിയത്. അങ്ങനെ ഇയാൾ വേഗം അവിടുന്ന് പിരിഞ്ഞുപോയി. വീട്ടിൽ പോയി കഥകൊക്കെ അടച്ചിട്ട് പിന്നെ ഭയങ്കര ദിക്റാണ്. അൽ ബസൽ അൽ ബസൽ അൽ ബസൽ അൽ ബസൽ. അർത്ഥമുള്ളത് ഉള്ളി എന്നാണ്, ഇയാൾക്കത് അറിയില്ല. അങ്ങനെ ദിക്ർ തുടങ്ങി. ദിക്റുകൾ കഴിഞ്ഞ് ഈ മനുഷ്യൻ അൽ ബസൽ എന്ന് പറയുന്ന ഷെയ്ഖുൽ ബസൽ, അൽ ബസൽ എന്ന് പറഞ്ഞ ആ മഹാൻ, അദ്ദേഹം ആ സാധാരണക്കാരൻ വലിയ മഹാനായി മാറി. ഇയാൾക്ക് പിന്നെ ഭയങ്കര കറാമത്തും, അയാൾ ഒരു വാചകം പറഞ്ഞാൽ അതിന് ഭയങ്കര ഫലവും കാണാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഒറിജിനൽ ഷെയ്ഖ്, മഹാനായ വ്യക്തി വിവരമറിയുന്നത്. നാട്ടിൽ വേറൊരാളുണ്ട്, അയാൾക്ക് ഒരുപാട് കറാമത്തുകൾ ഉണ്ട്. അങ്ങനെ അദ്ദേഹം ഇയാളെ കാണാൻ, നമ്മൾ അൽ ബസൽ ഉള്ളിക്കാരനെ കാണാൻ വേണ്ടി വന്നു. ഉള്ളിക്കാരൻ റൂമിലിരിക്കുകയാണ്, ഇയാൾ ദിക്റും ചൊല്ലി ഇങ്ങനെ ഇരിക്കുക. എന്താ ദിക്റ്? അൽ ബസൽ അൽ ബസൽ, ഇതാണ് ഇയാളെ ദിക്റ്, വേറൊന്നുമില്ല. അപ്പൊ യഥാർത്ഥ ആ ഷെയ്ഖായ മനുഷ്യൻ വന്ന് ചോദിച്ചു, ഇല്ല നിങ്ങൾ എന്താണ്, നിങ്ങൾ ഇങ്ങനെ ആളുള്ളത് ഞാൻ നേരത്തെ അറിഞ്ഞില്ലല്ലോ. അപ്പോഴാണ് ഉള്ളിക്കാരൻ ഭയങ്കര ബഹുമാനം, അയാൾക്ക് ഭയങ്കരമായ ബഹുമാനം. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടപ്പോ ഈ ഷെയ്ഖ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ബഹുമാനിക്കുന്നത്? അപ്പൊ പറഞ്ഞു, എന്റെ ഷെയ്ഖ് നിങ്ങളല്ലേ, എനിക്ക് ദിക്ർ തന്നത് നിങ്ങളല്ലേ. അപ്പൊ ഇയാൾ ചോദിക്കുകയാണ്, ഞാൻ ആർക്ക് ദിക്ർ കൊടുത്തു എന്നാ നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് എന്ത് ദിക്ർ തന്നു എന്നാ നിങ്ങൾ പറയുന്നത്? അല്ലേ, നിങ്ങളല്ലേ എനിക്ക് ദിക്ർ തന്നത്, നിങ്ങളല്ലേ എനിക്ക് അൽ ബസൽ എന്ന ദിക്ർ പറഞ്ഞു തന്നത്. സുബ്ഹാനല്ലാഹ്. അൽ ബസൽ എന്നൊരു ദിക്റോ? ആ അൽ ബസൽ എന്ന ദിക്ർ നിങ്ങളാണ് എനിക്ക് പറഞ്ഞു തന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്റെ ഷെയ്ഖാണ്, നിങ്ങൾ എന്റെ തർബിയത്തിന്റെ ഷെയ്ഖാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര ബഹുമാനം. ഈ മഹാൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല. അല്ലാഹുവേ, ഇതെന്താണിത്? ഇതെന്താണ് പടച്ചവനെ? എത്ര കൊല്ലങ്ങളായി ഞാൻ നിനക്ക് വേണ്ടി തിരിയുന്നുണ്ട്, എത്ര വർഷങ്ങളായി അല്ലാഹ് ഞാൻ ജീവിക്കുന്നത്. ഈ മനുഷ്യൻ അൽ ബസൽ എന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് കറാമത്ത്. അല്ലാഹുവേ, ഈ മനുഷ്യൻ തന്റെ റൂമിലേക്ക് ചെന്ന് കഥകടച്ചുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ പ്രാർത്ഥനയിലാണ്. അല്ലാ, ഇതിന്റെ രഹസ്യമൊന്നറിയണം അല്ലാ, ഇതിന്റെ ശരിയായ രൂപമൊന്നറിയണേ അല്ലാ. അപ്പോഴാണ് മറുപടി വരുന്നത്, അൽ ബസൽ അൽ ബസൽ ഇലല്ലാഹി വസൽ അല്ലാഹു അല്ലാഹു ലം യസിൽ ഇലല്ലാഹ്. അൽ ബസൽ അൽ ബസൽ എന്നത് ഇലല്ലാഹി വസൽ, അത് അല്ലാഹുവിലേക്ക് ചെന്ന് ചേർന്നു കഴിഞ്ഞു. കാരണം ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു നല്ല നീയത്തുണ്ട്. അല്ലാഹുവേ, ഒരു മഹാനായ വലിയന്റെ നാവിൻ തുമ്പെന്ന് കേട്ടതാണ്, ഒരു മഹാൻ പറഞ്ഞു തന്നിട്ടാണെന്ന് പറഞ്ഞയാൾ അത് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ഫലമുണ്ടായി. നിങ്ങൾ അല്ലാഹ് അല്ലാഹ് എന്ന് ചൊല്ലുന്നുണ്ട്, പക്ഷേ ലം യസിൽ ഇലല്ലാഹ്. നിങ്ങളത് ചൊല്ലുമ്പോ നിങ്ങളെ മനസ്സിലുള്ളത് എന്റെ ആട്ടം എങ്ങനെയുണ്ട്, എന്റെ ദിക്ർ എങ്ങനെയുണ്ട് എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. പക്ഷെ അയാളുടെ ചിന്ത മറ്റൊന്നില്ല, അയാൾ അല്ലാഹുവിന് വേണ്ടി ചെയ്തത്. നീയത്ത് നല്ലതായതുകൊണ്ട് അയാൾക്കാണ് പവർ കൊടുത്തത്. അതുകൊണ്ട് നിങ്ങളും ദിക്ർ നന്നാക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും നല്ല നീയത്തുകൾ പാലിക്കുക. വഅദ് കേൾക്കുന്ന സഹോദരി, കുടുംബത്തിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും നല്ല നീയത്തുകൾ ശീലിക്കുക. അല്ലാഹുവേ, എന്റെ ഭർത്താവിനും കുഞ്ഞുമക്കൾക്കും ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്റെ ഒരു അമലായി നീ സ്വീകരിക്കണമെന്ന് നല്ല നീയത്ത് ചെയ്യുക. അവരുടെ ഡ്രസ്സുകൾ അലക്കി കൊടുക്കുമ്പോഴും അവരെ മതപഠനത്തിന് പറഞ്ഞേക്കുമ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും അല്ലാഹ്, ഇനി ഭാര്യയുമായി ശാരീരിക ബന്ധം നടക്കുമ്പോൾ പോലും യുവാവേ, അല്ലാഹുവേ, എന്റെ വൈകാരിക ശമനത്തിന് വേണ്ടി ഹലാലായ ഒരു മാർഗത്തിൽ ഞാൻ എന്റെ വൈകാരികത അവസാനിപ്പിക്കുന്നെന്ന് പറഞ്ഞ് എന്നൊരു നീയത്ത് ഖൽബിലുണ്ടായാൽ നീ നിന്റെ ഭാര്യയുമായി സല്ലപിച്ചതും ഇബാദത്താ. വസ്ഇ ബിഔനില്ലാഹി വഖ്തക കുല്ലഹു ലാ തത്റുകന വഖ്തൽ സുദം മുതസാഹിലാ.
സ്വന്തം ഭാര്യയുമായി നടന്ന ശാരീരിക ബന്ധം പോലും അത് നീയത്തുണ്ടെങ്കിൽ ഇബാദത്താണ് എന്ന ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത് പറഞ്ഞത് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നത്, മഹാനവറുകൾ ഉണർത്തുന്നത്, വഅമൽ ലി ആഖിറതിക ബിഖദരി ബഖാഇക ഫീഹാ, നീ നിന്റെ പാരത്രിക ലോകത്തെ എത്ര കാലം ശേഷിക്കുന്നവനാണ്, നീ എത്ര കാലം പാരത്രിക ലോകത്തുണ്ടാകും, അതിനനുസരിച്ച് നീ ആഖിറത്തിന് വേണ്ടി പണിയെടുത്തോ. ആഖിറമെന്ന ലോകം അതൊരു ദിവസം കൊണ്ട് തീരുന്ന ലോകമല്ല. അത് മനുഷ്യന്റെ മരണത്തോടെ അത് ആരംഭിച്ചു. എന്റെ മരണം നടന്നാൽ എന്റെ ആഖിറം ആരംഭിച്ചു. ഉപ്പ മരിച്ചവര് നമ്മുടെ കൂടെയില്ലേ? ആദം നബി മുതൽ നോക്കുന്നു കണ്ണേ, ആരാനും പോയോരിൽ വരുന്നോ പിന്നെ. ഇവിടെ ആദം അലൈഹിസ്സലാം മുതലുള്ളവർ പലരും ആഖിറത്തിന്റെ യാത്ര ചെയ്തിട്ടുണ്ട്. എത്ര കാലമാണ് ഖബറിൽ കിടക്കേണ്ടത്, എത്ര കാലമാണ് മഹ്ശറയിലുള്ളത്, എത്രയാണ് ഹിസാബിന്റെ ദൈർഘ്യമുള്ളത്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ. തീരാത്ത പ്രതിസന്ധി നിറഞ്ഞ ഖബറ് ലോകം, മഹ്ശറാവന്റെ സഭയിലെ കണിശമായ ഹിസാബ്, ഇങ്ങനെ നീണ്ടുകിടക്കുന്ന പാരത്രിക ലോകത്തിന് വയലിന്റെ മജ്‌ലിസിലെത്തിയ മുഅ്മിനായ മനുഷ്യ, മുസ്ലിം സ്ത്രീകളെ, ഇരുന്നു കൊണ്ടൊരൽപ്പനേരം ചിന്തിക്കുക. ഖിയാമത്ത് നാൾ വരെ കിടക്കേണ്ട എന്റെ ഖബറിലേക്ക് മാത്രം ഞാൻ എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഞാൻ എന്റെ പാരത്രിക ലോകത്ത് കണിശമായ ഹിസാബ് നേരിടുമ്പോൾ എന്റെ കയ്യിൽ അവിടത്തേക്ക് ഞാൻ എന്താണ് ഒരുക്കിയിട്ടുള്ളത്? എന്റെ പാരത്രിക ലോകത്തെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിന്റെ മുമ്പിൽ എന്നെ കൊണ്ടുപോയി നിർത്തുന്ന നേരം അവിടെ അല്ലാഹുവിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാൻ എന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? നാളെ പടച്ച റബ്ബിന്റെ ഔദാര്യം കൊണ്ട് മാത്രം കിട്ടേണ്ട സ്വർഗലോകം, ആ ലോകത്തേക്ക് ഞാൻ എന്താണ് തയ്യാറ് ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ടാണ് നമ്മോട് പറഞ്ഞു വെക്കുന്നത്, നീ എത്ര കാലം പാരത്രിക ലോകത്ത് കാണും, എത്ര കാലം നിനക്ക് പാരത്രിക ലോകമുണ്ട്? അതിന് കണക്കില്ല, അതിന് അളവ് ഖുർആൻ പറയുന്നില്ല. ഖുലൂദ് എന്ന വാചകത്തിന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശദീകരണം, സ്വാലിഹീങ്ങൾ പറഞ്ഞ മുഴുവൻ വിശദീകരണം അത് കണക്കില്ലാത്ത ലോകമാണ് സഹോദരന്മാരെ. ദുനിയാവിലെ കേവലം 60 കൊല്ലമല്ല പാരത്രിക ലോകം. അതെ, ദുനിയാവിലെ പോലൊരു 40 കൊല്ലമല്ല പാരത്രിക ലോകം. എന്റെയും നിന്റെയും കയ്യിൽ എന്തുണ്ട് സഹോദരാ? എന്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്? ഒന്നും നമ്മുടെ കയ്യിലില്ല. നാഴികക്ക് 400 വട്ടം ദൈവത്തും ഫിതനയും ഫസാദും പറഞ്ഞു നടക്കുന്ന ഞാൻ, ഏത് തമ്മാടിത്തരവും നാവുകൊണ്ട് പറയുന്നതിനൊരു മണിയുമില്ലാത്ത ഞാൻ, എന്താണ് ആഖിറത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്? അല്ലാഹുവേ, നീ ഞങ്ങളൊക്കെ നന്നാക്കി തരണം റഹ്മാനേ. നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ആ ലോകത്തേക്ക് എത്ര കാലം നീ അവിടെ കാണും, അതിനനുസരിച്ച് നീ ഉണ്ടാക്കിക്കോ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു ഉപദേശം, വല്ലാത്ത ആഴത്തിൽ കിടക്കുന്ന ഉപദേശം. എത്ര കാലം ആഖിറത്തിൽ കാണും, അതിനനുസരിച്ച് ആഖിറമുണ്ടാക്കിക്കോ. അല്ലാഹു നമ്മുടെ പാരത്രിക ലോക ജീവിതവും നമ്മൾ മരിച്ചുപോയവരുടെ ജീവിതവും അല്ലാഹു നന്നാക്കി തരട്ടെ.
ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് പരലോകത്തേക്കുള്ള അമലിനെ കുറിച്ചാണ്. തജഹസ് തജഹസ് തഅഹബ് ലില്ലദീ ലാ ബുദ്ദ മിൻഹു ഫഇന്നൽ മൗത മീഖാതുൽ ഇബാദി അത്തർലാ അൻ തകൂന റഫീഖ ഖൗമി ലഹും സാദുൻ വഅൻത ബിഗൈരി സാദി. മഹാനായ ശൈഖ് അബ്ദുറഹ്മാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നിനക്ക് മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ പോവണമെന്നുണ്ട്. പക്ഷെ അവർ ചെയ്തതുപോലെ ചെയ്യാൻ നീ ശ്രമിക്കുന്നില്ല, നീ ഒന്നും ചെയ്യുന്നില്ല. നീ പറയുന്നു എനിക്കും മഹാന്മാരെ പോലെ സ്വർഗത്തിൽ പോവണം, ആഖിറും നന്നാവണമെന്നാണ്. അങ്ങനെ പറ്റില്ല. നീ രാവും പകലും അധ്വാനിച്ചോ, മരണം വന്ന് പിടികൂടുമ്പോ മർഹബാ അഹ്ലൻ വസഹ്ലാ, മരണത്തിന് സ്വാഗതമോദിക്കോ, ആഖിറം മുന്നിൽ കാണണം. ഇതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, കോഴിക്കോട് ജില്ലയിലെ പ്രസിദ്ധമായ മഖ്ബറയാണ്, പ്രസിദ്ധമായ ഒരു സിയാറത്ത് കേന്ദ്രമാണ് മടവൂർ ശൈഖുനാ സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ, കൂടെ നമ്മളെ സ്വർഗ്ഗത്തിലും ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എത്രയാണ് അവരുടെ കറാമത്ത്, അത് വിശാലമാണ്. ഓരോ ദിവസവും മടവൂരുപ്പാപ്പാന്റെ ഹളറത്തിൽ, ശൈഖ് മടവൂര് തങ്ങളെ ഹളറത്തിൽ ഉള്ള നടക്കുന്ന കറാമത്തുകൾ അത് വളരെ വലുതാണ്. മഹാനായ ശൈഖുനാ മടവൂരുപ്പാപ്പ ബഹുമാനപ്പെട്ട സി.എം. മുഹമ്മദ് അബൂബക്കറിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അങ്ങനെ ഇരിക്കുമ്പോ മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ഈ അടുത്ത കാലത്ത് എന്റെ സഹോദരന്മാരെ, പ്രിയപ്പെട്ടൊരു സഹോദരൻ ശൈഖ് മടവൂർ തങ്ങളെ പൊരുത്തത്തിന് വേണ്ടി ചരിത്രമൊന്ന് പറയട്ടെ. അദ്ദേഹം ഒരു രൂപത്തിൽ ഒരു ചെറിയ പ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ പറ്റിച്ചതിന്റെ പേരിൽ, കബളിപ്പിച്ചതിന്റെ പേരിൽ 18 ലക്ഷം കടമായി. തിരുവനന്തപുരത്ത് തന്നെയാണ് അവരുടെ വീട്. ആലംകോട് എന്ന സ്ഥലമാണ്. ആ സഹോദരൻ സുബ്ഹാനല്ലാഹ് ആകെ പ്രയാസപ്പെട്ടു. 18 ലക്ഷത്തോളം കടം വന്ന് ഇയാൾ ആകെ ബുദ്ധിമുട്ടായി, വിഷമിച്ചു, വളരെ പ്രയാസപ്പെട്ടു. അപ്പോഴാണ് ആരോ മഹാനായ സി.എം. വലിയുല്ലാഹിയുടെ മഖ്ബറയെ കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അദ്ദേഹം തന്റെ കുടുംബത്തോടൊത്ത് മടവൂരിലെത്തുകയും ശൈഖുനായുടെ ഹളറത്തിൽ അതിന്റെ സങ്കടം പറയുകയും ചെയ്യുന്നു. അന്ന് രാത്രി അവിടെ തങ്ങി, ഇവരെ കയ്യിൽ ഒരു കാശ് പോലും ഇല്ല, ഒന്നുമില്ലാത്ത ഈ ഈ കുടുംബം അവിടെ തങ്ങി. പിറ്റേന്ന് രാവിലെ മഖാമിൽ വെച്ച് അപരിചിതനായ ഒരാൾ ചോദിച്ചത്രേ, നിങ്ങൾക്ക് താമസിക്കാൻ വീടുണ്ടോ? അപ്പൊ ഇവര് പറഞ്ഞു, ഞങ്ങൾ വിദേശികളാണ്, ഞങ്ങൾ വളരെ ദൂരത്തുനിന്ന് വരിക, ഞങ്ങൾ ഇവിടെ വീടെടുക്കാൻ വന്നുമല്ല, അത്രയും സങ്കടത്തിലാണ് ഞങ്ങളുള്ളത്. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വീട് ശരിയാക്കി വെച്ചിട്ടുണ്ട്, വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. പൈമ്പാലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തൊരു വീട് മടവൂരിന്റെ അടുത്ത പ്രദേശമാണ്. അവിടെ ഇവർക്ക് വീട് സൗജന്യമായിട്ട് മഹാനായ ഖുതുബുൽ ആലമിന്റെ മഖ്ബറയിൽ വന്നവർ ദുആ ചെയ്തപ്പോൾ അല്ലാഹു വഴി തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ താമസിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു ചെറിയ ഇലക്ട്രിക് അടുപ്പ് കച്ചവടം ആരംഭിച്ചു. അദ്ദേഹം പാവം, അൽഹംദുലില്ലാഹ്, ആദ്യത്തെ ഒരു അടുപ്പ് അദ്ദേഹം നേരെ കൊടുത്തത് സി.എം. വലിയുല്ലാഹിയുടെ വീട്ടിലേക്കായിരുന്നു. വീട്ടിൽ കൊടുത്ത് അവിടെ വലിയ മജ്‌ലിസ്, എല്ലാ അറബി മാസം 3-ാമത്തെ വെള്ളിയാഴ്ച ഖുതുബുൽ ആലമിന്റെ വീട്ടിൽ വലിയ ഖുതുബിയത്ത്, വിശാലമായ ഖുതുബിയത്ത് നടക്കുന്നുണ്ട്. പറ്റുന്നവർക്കൊക്കെ കാണാനും കേൾക്കാനും പങ്കെടുക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന മടവൂർ പാപ്പാന്റെ വീട്ടിലേക്ക് ഒരു ചെറിയ അടുപ്പ് സമ്മാനം കൊടുത്ത് ഇദ്ദേഹം ബിസിനസ് തുടങ്ങി സന്തോഷത്തോടെ നീങ്ങുന്നതിനിടയിൽ നേരെ ഒരു ചെറിയ പരസ്യം പത്രത്തിൽ അദ്ദേഹം കണ്ടു. ഒരു ഇന്റർവ്യൂ ആണ്, അദ്ദേഹത്തിന് വലിയ താല്പര്യം. നേരെ സി.എം. വലിയുല്ലാഹിക്ക് ഒരു ഫാത്തിഹ ഓതി ഇദ്ദേഹം ഇന്റർവ്യൂവിന് ചെന്നു നോക്കുമ്പോൾ എല്ലാവരും വളരെ വലിയ വേഷത്തിൽ, നല്ല പരിചയസമ്പന്നരായ ഒരുപാട് ആൾ. ഇയാൾക്ക് ഉറപ്പാണ് ഇവിടെ എനിക്ക് കിട്ടൂല, ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല, എന്നാലും വേണ്ടില്ല, സി.എം. വലിയുല്ലാഹിക്ക് ഒരു ഫാത്തിഹ ഓതി രേഖകളൊക്കെ അവിടെ കൈമാറി. അത് കിട്ടിയ പാട് അദ്ദേഹം വിചാരിച്ച് എന്നെപ്പൊന്നും വിളിക്കലുണ്ടാവൂല, ഇത് ലാമലായിട്ട് അദ്ദേഹം ചെന്നിട്ട് അവിടെ ഉള്ള ഉദ്യോഗസ്ഥൻ വലിയൊരു ഭാരം, നല്ല കനമുള്ള ഒരു സാധനം, ഇത്ര മിനിറ്റിനുള്ളിൽ നീ ഇത് പൊക്കണമെന്ന്, അതാണ് അദ്ദേഹത്തിന്റെ പരിശോധന. ഇയാള് പറയാണ്, എന്നെ കൊണ്ട് ഉറപ്പാണ് അത് പൊക്കാനാവൂല എന്ന്, കാരണം അതിൽ താഴെയുള്ളത് തന്നെ എടുക്കാൻ കഴിയാത്ത ഞാന് കുറഞ്ഞ സമയം കൊണ്ട് ഇത് പൊക്കാന്ന് പറയാൻ നടക്കാൻ പോകുന്ന കാര്യമല്ല. ഞാൻ ഉടനെ മഹാനായ സി.എം. വലിയുല്ലാഹി തങ്ങൾക്കൊരു ഫാത്തിഹ ഓതി.
ഔലിയാക്കൾ അങ്ങനെയാണ്, ആർക്കും സംശയം വേണ്ട. അവർ വലിയ മഹാന്മാരാണ്. അവർക്കൊരു ഫാത്തിഹ എന്നുമേ ഓതൂവിൽ അവരെ ദുആയും ബറകത്തുമേ തൂമേ ബർക്കത്തുല്ലാഹു നമുക്ക് തരും. ഞാൻ പറഞ്ഞു വന്നത്, ഈ മനുഷ്യൻ കല്ലെടുത്ത് ഈ ഭാരം പൊക്കാൻ ഇയാൾക്ക് ഒരു രക്ഷയില്ല. ഇയാൾ ഫാത്തിഹ ഓതി അയാൾ പറയും ഞാനങ്ങ് പൊക്കിയപ്പോ ആരോ എന്റെ കൂടെ വന്ന് പൊക്കി തരും പോലെ പറഞ്ഞ സമയത്തിന് മുമ്പ് തന്നെ ഞാൻ പൊക്കിക്കഴിഞ്ഞു. ആ ഉദ്യോഗസ്ഥൻ എന്നെ രണ്ട് കണ്ണും തള്ളിയിട്ടാ നോക്കുന്നത്. ഇയാൾ ഇത് എങ്ങനെ പൊക്കി റബ്ബേ? ഞാനത് അവിടെ വെച്ചു. സുബ്ഹാനല്ലാഹ്, സന്തോഷം. അപ്പൊ ഇയാൾ പറയാണ്, നീ പോയിട്ട് ആ വാഹനം, ആ കാണുന്ന വലിയൊരു ലോറി കാണിച്ചു കൊടുത്തിട്ടായി പറയുന്നു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇയാള് പറയാം, എന്റെ ജീവിതത്തിൽ ഞാൻ ഡ്രൈവിംഗ് അറിയാത്ത ഒരാളാണ്, എനിക്ക് അങ്ങനത്തെ സംഭവമേ അറിയില്ല, ഞാൻ എന്ത് ചെയ്യും? ഇന്റർവ്യൂ അല്ലേ, ഒരു രക്ഷയില്ല. ഞാൻ സീം വലിയുള്ളാഹിയെ മുൻനിർത്തി ഒരു ഫാത്തിഹ അവിടുത്തെ പേരിൽ ഹദിയ ചെയ്തു. ഞാൻ നേരെ കയറി. ഞാൻ ചാവി ഓൺ ചെയ്തത് എനിക്കറിയാം, പിന്നെന്താ നടന്ന് എനിക്കറിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. അല്ലാഹു തആല എന്റെ കാര്യം സാധിപ്പിച്ചു. എന്റെ വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനോട് തടസ്സമുണ്ടായില്ല. ഞാനിതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ജോലി തരാം. അങ്ങനെ ജോലി ശരിയായി, ശമ്പളം കിട്ടി. സന്തോഷത്തോടെ എന്റെ 10-18 ലക്ഷമുള്ള കടം 13 ലക്ഷം ഇപ്പൊ തീർന്നുവെന്ന് അദ്ദേഹം അനുഭവം പറയുന്നത് കാണാം. ഞാൻ പറയുന്നത് ഖുത്ബുൽ ആലം സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇവർ പരലോക ജീവിതത്തിന്റെ ദൈർഘ്യത മനസ്സിലാക്കി ഇബാദത്തെടുത്ത് വാരിക്കൂട്ടിയവരാണ്. അല്ലാഹു വരെ കൊണ്ട് നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. മൂന്നാമത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളായ നമ്മോട് നൽകുന്ന മൂന്നാമത്തെ പാഠം, വഅമൽ ലില്ലാഹി ബിഖദ്രി ഹാജതിക ഇലൈഹി. നീ അല്ലാഹുവിന് വേണ്ടി പണിയെടുക്കുക, അല്ലാഹുവിന് വേണ്ടി നീ ജീവിതം ക്രമപ്പെടുത്തുക. നിനക്കെത്ര കണ്ട് അല്ലാഹുവിന് ആവശ്യമുണ്ട്, നിനക്കെത്ര അല്ലാഹുവിനോട് താല്പര്യമുണ്ട്, അവന്റെ റഹ്മത്ത് എത്ര നിനക്ക് ആവശ്യമുണ്ട്, അതിനനുസരിച്ച് അല്ലാഹുവിന് വേണ്ടി ജീവിച്ചോ. ബഹുമാനപ്പെട്ട സയ്യിദ് സുഹൈൽ അസഖാഫ് മടക്കര സയ്യിദ് അവർകൾ നമ്മുടെ മജ്ലിസിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അവരെയും നമ്മളെയും ദീനിന്റെ ഖാദിമുകളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അവർക്കും നമുക്കും പടച്ച റബ്ബ് എല്ലാവിധ സന്തോഷം രണ്ട് ലോകത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. അൽഹംദുലില്ലാഹ്. നമ്മുടെ മജ്ലിസിനെ പ്രാർത്ഥന കൊണ്ട് അലങ്കരിക്കാൻ ബഹുമാനപ്പെട്ട സയ്യിദ് നമ്മുടെ മജ്ലിസിൽ എത്തിക്കഴിഞ്ഞു. അല്ലാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അവരുടെ പ്രിയപ്പെട്ട ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹായം ദുനിയാവിലും ആഖിറത്തിലും ലഭ്യമാകുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറഞ്ഞു വന്ന ആ ഒരു വിഷയം മാത്രം പെട്ടെന്ന് പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർകൾ നമ്മോട് സംസാരിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅമൽ ലില്ലാഹി ബിഖദ്രി ഹാജതിക ഇലൈഹി. നിനക്കെത്ര കണ്ട് അല്ലാഹുവിലേക്ക് ആവശ്യമുണ്ട്, നിന്റെ ഏതെല്ലാം വിഷയങ്ങളിൽ നിനക്ക് പടച്ച റബ്ബിന്റെ കാരുണ്യം ആവശ്യമുണ്ട്, നിന്റെ എന്തെല്ലാം കാര്യങ്ങളിൽ അല്ലാഹുവേ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് പടച്ച റബ്ബിന് വേണ്ടി ജീവിച്ചോ. അല്ലാഹുവിന് ആവശ്യമില്ലാത്തത് എന്താണ് നമുക്കുള്ളത് സുഹൃത്തേ? വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, അല്ലാഹുവിന്റെ സഹായമില്ലാതെ
അള്ളാഹുവിന്റെ റഹ്മത്തല്ലാതെ എന്താണ് നമുക്കുള്ളത്? ആ റബ്ബിന് വേണ്ടാത്തൊരു സന്ദർഭം നമുക്കില്ല. അവന്റെ റഹ്മത്തല്ലാതെ നമുക്ക് വേറൊരു പ്രതീക്ഷയുമില്ലല്ലോ. അതുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിലെ പടച്ച റബ്ബിന് വേണ്ടി ആക്കിയെടുക്കുക. അഖ്ലിസ് വദാൽ അതുരീദ ബിതാഅതി ഇല്ല തഖറബ മിൻ ഇലാഹിക ദിൽകിലാ. ഹിഫ്ളുള്ള റബ്ബിന് വേണ്ടി അമൽ ചെയ്യുക, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുക. പ്രസംഗം കേൾക്കുന്ന ഉമ്മ നിങ്ങൾക്കറിയില്ലേ, മഹദിയായ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നിമാരിൽ ഒരാളായ റംല ബിൻത് അബീ സുഫിയാൻ. ഉമ്മു ഹബീബയെ അറിയാത്തവരില്ലല്ലോ. ലളിതമായൊന്ന് ബറക്കത്തിന് പരിചയപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് വെറും 17 പേര് ഇസ്ലാമിലുള്ള ടൈമിലാണ് ഉമ്മു ഹബീബയും പ്രിയപ്പെട്ട ഭർത്താവ് ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷും ഇസ്ലാമിൽ പ്രവേശിക്കുന്നത്. അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ ശത്രുത മൂർജിച്ചു നിൽക്കുന്ന ടൈമായിരുന്നു അത്. അബൂ സുഫിയാൻ അല്ലാഹുവിന്റെ റസൂലിനെ നശിപ്പിക്കുന്നതിനുള്ള മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുമ്പോഴാ ഉമ്മു ഹബീബ ഇസ്ലാമിൽ വരുന്നത്. 17 വയസ്സുള്ള പൊന്നുമോളാ. അബൂ സുഫിയാൻ കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹം വെറുപ്പ് പ്രകടിപ്പിച്ചു. മകളോട് അനുനയ സംഭാഷണങ്ങൾ നടത്തി. ഒരു മാറ്റവുമില്ല. മകള് പറയുന്നത്, ഉപ്പാ, നിങ്ങളെ കൊട്ടാരത്തെക്കാൾ, നിങ്ങളെ കൂടെ വളരെ വലിയ ജീവിതത്തെക്കാൾ എനിക്കെന്റെ കൽവ് നിറഞ്ഞിരിക്കുന്നത് ഉമ്മു ഹബീബയെ പിന്തിരിപ്പിക്കാൻ അബൂ സുഫിയാന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അബൂ സുഫിയാന് പീഡനമുറകളാണ് പിന്നെ തുടങ്ങിയത്. പട്ടിണിക്കിട്ടു. ആ പാവം 17കാരിയെ വേദനിപ്പിച്ചു, വെറുപ്പിച്ചു. മാനസികവും ശാരീരികവുമായി പീഡനങ്ങളാ. പക്ഷെ അതുകൊണ്ടൊന്നും ഉമ്മു ഹബീബക്ക് ചലനമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബ്സീനിയിലേക്ക് യാത്രക്ക് സമ്മതം കൊടുക്കുന്നത്, എത്യോപ്യയിലേക്ക് സമ്മതം കൊടുക്കുന്നത്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് അടക്കം അതുപോലെ തന്നെ ഉമ്മു ഹബീബയും കൂടെ നേരെ പുറപ്പെടുകയാണ് എത്യോപ്യയിലേക്ക്. അവിടെ ചെന്നു നജ്ജാശി രാജാവിന്റെ കീഴിലുള്ള സന്തോഷകരമായൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണെങ്കിലും ഒരു നാൾ ഉമ്മു ഹബീബ ഒരു ദുസ്വപ്നം കാണുകയാണ്. എന്തായിരുന്നു ഉമ്മു ഹബീബ അന്ന് കണ്ട സ്വപ്നമെന്നല്ലേ? പ്രിയപ്പെട്ട ഭർത്താവ് ആകെ വിരൂപിയായ ഒരു രൂപത്തിൽ, വളരെ വൃത്തികെട്ട രൂപത്തിലാണ്. മലീമസമായ ഒരു വലിയ പുഴയിൽ മുങ്ങിത്താവുന്നത് പോലെ ഒരു വലിയ സ്വപ്നം ഉമ്മു ഹബീബ കാണുകയാ. ഞെട്ടി ഉണർന്ന് നോക്കുമ്പോ ഭർത്താവ് തന്റെ പരിസരത്ത് കിടപ്പുണ്ട്. മകളായ ഹബീബ കൂട്ടിനുണ്ട്. യുവതിയായ പൊന്നുമോൾ തന്റെ ഇസ്ലാമിന് വേണ്ടി ഉമ്മയെ നാട് വരെ വിട്ടുകൊണ്ട് ജീവിക്കുന്ന പൊന്നുമോൾ ഭർത്താവിനെ ഉണർത്തിയിട്ട് ചോദിച്ചു, ഭർത്താവേ, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഒരു പന്തികേട് പോലെ നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ? നീ അതും ഇതൊന്നും പറയല്ല, കിടന്നുറങ്ങെന്ന് പറഞ്ഞവരുറങ്ങി. ഇല്ല, തൊട്ടടുത്ത ദിവസം ഭർത്താവ് വന്നു. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് വന്ന് പറയുന്നത്, ഓ ഉമ്മു ഹബീബ, അബൂ സുഫിയാന്റെ മോളാണ് നീ, പണക്കാരിയാണു നീ, പ്രതാപിയാണു നീ. നിന്റെ കൂടെ ഞാൻ ഇസ്ലാമിനാണ് ഇവിടെ വന്നതെങ്കിലും ഞാനിപ്പോ ക്രിസ്തു മതത്തെ കുറിച്ച് പഠിച്ചപ്പോ എനിക്ക് നല്ലതായി ആ മതമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ക്രിസ്തു മതത്തിലേക്ക് മാറുകയാണ് ഉമ്മു ഹബീബ. അതുകൊണ്ട് ഭർത്താവ് എന്ന നിലയ്ക്ക് എന്റെ സംരക്ഷണം വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്റെ കൂടെ നീ ഒരു ക്രിസ്ത്യാനിയായിക്കോ. അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി
ഉപ്പയെ വിട്ട് ഉമ്മയെ വിട്ട് സർവവും വിട്ടുവന്ന ബീവിയോട് ഉമ്മു ഹബീബയോട് അന്യനാട്ടിൽ നിന്ന് ഭർത്താവ് ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ശ് നീയും എന്റെ കൂടെ കൂടിക്കല്ലെങ്കിൽ ഞാൻ പോവാണെന്ന് പറയുമ്പോ പറഞ്ഞ വാചകം എന്താണ്? ഭർത്താവേ, നിങ്ങളെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചതൊക്കെയും അത് അല്ലാഹുവിന് വേണ്ടിയാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് ക്രിസ്തു മതത്തിൽ പോകുമെന്ന് പറയുന്നെങ്കിൽ വല്ലാഹി അല്ലാഹ്ക്ക് വേണ്ടി നിങ്ങളെയും ഞാൻ ഒഴിവാക്കുന്നവളാ. എനിക്കെന്റെ റബ്ബിനെ വിട്ടുകൂടാ. ആ ഉമ്മു ഹബീബ് അവിടെ ഒറ്റപ്പെട്ടപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പത്നി പദം നൽകിക്കൊണ്ടവരെ ബഹുമാനിച്ചത്. നജാശി രാജാവ് 400 സ്വർണ്ണ നാണയങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി കൊടുത്തിട്ട് ഹബീബായ നബി തങ്ങളെ ഭാര്യയായി ബഹുമാനപ്പെട്ട ഉമ്മു ഹബീബ് റംല റളിയല്ലാഹു അൻഹ മാറുന്നതിന്റെ സഹോദരിമാരെ ഓർമ്മപ്പെടുത്തിയതാണ്, ലളിതമായി പറഞ്ഞതാണ്. അവരുടെ ത്യാഗം അത് അല്ലാഹുവിനാ. ഇതാണ് നബി തങ്ങളും പറയുന്നത്, വഅമൽ ലില്ലാഹി ബിഖദരി ഹാജതിക ഇലൈഹി. നിനക്ക് അല്ലാഹുവിന് എത്ര വേണം അതിനനുസരിച്ച് അല്ലാഹ്ക്ക് പണിയെടുത്തോ. അവസാനം പ്രവാചകൻ പറയുന്നത് വഅമൽ ലിന്നാരി ബിഖദരി സ്വബരിക അലൈഹാ. നിനക്കെത്ര കണ്ട് നരകം ക്ഷമിക്കാൻ കഴിയും, നിനക്കെത്ര കണ്ട് അല്ലാഹുവിന്റെ ശിക്ഷയുടെ കേന്ദ്രമായ നരകം താങ്ങാൻ കഴിയും. നിന്നെക്കൊണ്ട് നിന്റെ ശരീരം കൊണ്ട് എത്ര നരകം താങ്ങാൻ കഴിയും, നിന്റെ ശരീരത്തെ കൊണ്ട് നരകത്തിന്റെ ചൂട് എത്ര കണ്ട് താങ്ങാൻ കഴിയും. എന്റെ വയല് കേൾക്കുന്ന സ്ത്രീകളെ, വയല് കേൾക്കുന്ന യുവാക്കളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവാ. അദാബിന്റെ ലോകം മഹ്ശറയിലെ ഹിസാബ് കഴിഞ്ഞ് നരകത്തിലേക്ക് ഒരു വിഭാഗത്തെ തള്ളിയിടുമ്പോ എന്റെ മോനെ, എന്റെ പ്രിയപ്പെട്ട യുവാവേ, സഹോദരിമാരെ, നമ്മളതിൽ പെടുന്നതുമായ അദാബിൽ ചെന്ന് വീഴുന്നതും അത് താങ്ങാനുള്ളൊരു പവർ നമ്മുടെ ശരീരത്തിനുണ്ടോ? അയാമിലൻ ലിന്നാരി ജിസ്മുക ലയ്യിനു ഫജർരിബുഹു തംരീനൽ ബിഹർരിൽ ളഹീറതി. യുവാവേ, നല്ല ചൂടുള്ളൊരു പകലിൽ സൂര്യന് താപം കൂടി ഒരു ടൈമിൽ ഒരു നടു റോഡിലൂടെ നടക്കാൻ നിന്റെ ശരീരം കൊണ്ടാവാത്ത ഞാനും നീ ഒരു തീയിന്റെ അടുത്ത്, അടുപ്പിന്റെ അടുത്ത് ഒരല്പനേരം ചൂടുകൊള്ളാൻ കെൽപ്പില്ലാത്ത ഞാനും നീ ഹറാമ് കുടിക്കുന്നതും ഹറാമ് പറയുന്നതും ഹറാമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതും അല്ലാഹു വിടുമോ? അല്ലാഹു പൊറുക്കുമോ? നിന്നെ കൊണ്ട് കഴിയൂല. നരകം താങ്ങാനുള്ള കൽപ്പ് നിനക്കില്ല. അത് നമ്മളെ കൊണ്ടാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് മാറണം. അത്തരം പ്രവർത്തികൾ ചെയ്തുകൂടാ. നരകത്തിൽ ഞാൻ കടന്നുകൂടാ. നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ, ഈ മജ്‌ലിസിൽ ഒരൊറ്റ ആണിനെയും ഒരൊറ്റ പെണ്ണിനെയും ഒരു ചെറുതിനെയും ഒരു വലുതിനെയും ഒരാളെയും നരകത്തിന്റെ വിറകാക്കരുത് അല്ലാഹ്. എന്തു തന്നെ വന്നെങ്കിലും എന്തു തന്നെ സംഭവിച്ചാലും റഹ്മത്തെന്ന പടിവാദിക്കൽ വന്നു നിന്ന ഞങ്ങളെ നീ ആട്ടരുത് റഹ്മാനേ. ഈ 4 ഉപദേശങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയത്. ഇഅ്മൽ ലിദുനിയാക ബിഖദരി മഖാമിക ഫീഹാ വഅ്മൽ ലിആഖിറതിക ബിഖദരി ബഖാഇക ഫീഹാ വഅ്മൽ ലില്ലാഹി ബിഖദരി ഹാജതിക ഇലൈഹി വഅ്മൽ ലിന്നാരി ബിഖദരി സ്വബ്രിക അലൈഹാ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനോട് പറയുന്നു, മോനെ, നിനക്കിത് മതി കേട്ടോ.
ഇതുകൊണ്ട് ശരിക്ക് പണിയെടുത്തോ രക്ഷപ്പെടാൻ ഞാനും ദുആ ചെയ്യും. അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ വലിയവരായിട്ടല്ല, നിന്റെ ദീനിന്റെ സജീവതയ്ക്ക് വേണ്ടി അവതരിപ്പിച്ചതിന് അല്ലാഹുവേ ഞങ്ങളെ ഇഷ്ടപ്പെടണം റഹ്മാനേ. നിന്റെ ഔലിയാക്കളെ വാക്കുകളുടെ മൂർച്ച കൊണ്ട് ഞങ്ങളെ ഈമാനിയ കാമിലാക്കണം റഹ്മാനേ. ഞങ്ങളാക്കി തന്ന ഉസ്താദുമാർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ താമസമടക്കം ഭക്ഷണമടക്കം സൗകര്യങ്ങൾ ഒരുക്കിയ കുടുംബങ്ങൾ, ഇതുപോലെ ഒരുപാട് ആളുകൾ അല്ലാഹുവേ ഖൈറിന് കാരണമാക്കണം റഹ്മാനേ. അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ, മനസ്സിനെ തളർത്തിയ പലതരം പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങൾ ഒരുപാടുണ്ട്. നീ തന്നില്ലെങ്കിൽ തരേണ്ടതില്ല, നീ തരില്ലെന്ന് കരുതിയാൽ അത് കിട്ടുകയില്ലെന്ന് ഉറപ്പുള്ളവരാണ് ഞങ്ങൾ. നീ തരുമെന്നുറപ്പിച്ചാൽ അത് തരുമെന്ന് കിട്ടുമെന്ന് വലിയ ഉറപ്പുള്ളവരുമാണ് ഞങ്ങൾ. നീ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരണേ അല്ലാ. ഇല്ലാത്തത് നിന്റെ ഖളായിൽ ഞങ്ങൾക്ക് വേണ്ടി തരണേ അല്ലാ. നീ അത് തിരുത്തി റാഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ കൽബിനെ കുളിരണിയിക്കുന്നത് നൽകണേ അല്ലാ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വആലി കുല്ലി വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സയ്യിദ് അവറുകൾ നമുക്ക് ഏറ്റവും അർത്ഥവത്തായ വഅള് പറഞ്ഞ് നമുക്ക് ആത്മീയമായ ഉണർച്ച നൽകിയ ബഹുമാന്യരായ ബഷീർ സഖാഫി നല്ലളം ഉസ്താദ് അവറുകൾ, എന്റെ പ്രിയപ്പെട്ട ദീനീ സ്നേഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 14 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ SSFന്റെ കുറഞ്ഞ പ്രവർത്തകർ ആരംഭിച്ച എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച രാവ് കണക്കാക്കി ആരംഭിച്ച ബഹുമാന്യരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ഇജാസത്തോടുകൂടി ആരംഭിച്ച അതിമഹത്തായ സ്വലാത്ത്, ആ സ്വലാത്ത് ഹൽക്കയുടെ 13ാമത് വാർഷികമാണ് നമ്മൾ ഇന്ന് ഇവിടെ ആചരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഒട്ടനവധി പദ്ധതികളും ഇത്രയും വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം സഹായ സഹകരണങ്ങളുമൊക്കെ ഈ സ്വലാത്ത് ഹൽക്കയുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ നമ്മുടെ സ്വലാത്തിന്റെ വിഹിതം എന്ന നിലയ്ക്ക് നിങ്ങളുടേതായ ഒരു പങ്ക് പലയിടത്തും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പലപ്പോഴും നോട്ടീസ് അടിച്ചും പത്രമാധ്യമങ്ങളിൽ പരസ്യം നൽകിയും ചെയ്യാൻ സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ശ്രമിച്ചിട്ടില്ല. എന്നാലും അല്ലാഹു തആല ആ ചെയ്തു കഴിഞ്ഞ മുഴുവൻ സഹായങ്ങൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നാം ഏവരുടെയും ചില്ലറ തൊട്ടുകൾ ഒരുമിച്ച് കൂട്ടിയ സഹായങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് അത്തരം വിഷയങ്ങളിൽ നടത്താൻ സാധിച്ചിട്ടുള്ളത്. എല്ലാത്തും അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ ഈ മഹല്ലിൽ കഴിഞ്ഞ 54 വർഷങ്ങളായി നമ്മുടെ ഈ മഹല്ലിലെ 5 തലമുറയ്ക്ക്
അറിവിന്റെ മധുരം പകർന്നു കൊടുത്ത ബഹുമാന്യരായ മുഹമ്മദ് കണ്ണു മുസ്ലിയാർ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാന്യരായ ഉസ്താദ് അവർക്ക് അവിടുത്തെ ശിഷ്യഗണങ്ങളടങ്ങുന്ന ഒരു വലിയ സമൂഹം എന്നല്ല, വള്ളക്കടവ് എന്ന മഹല്ല് അദ്ദേഹത്തിന് നൽകുന്ന ഒരു വിനീതമായ ഒരു എളിയ ഒരു ആദരവിന് നമ്മുടെ ഈ വേദി ഒരുക്കപ്പെടുന്നു, അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം പകരുന്ന ഒരു വസ്തുതയാണ്. ഈ 5 തലമുറക്കാലം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാലമല്ലെന്ന് നമുക്കറിയാം. 54 വർഷം. ഈ വർഷം മുഴുവനും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ ഇൽമിനു വേണ്ടി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച ബഹുമാന്യരായ ഉസ്താദ് അവർക്ക്, ബഹുമാന്യരായ തങ്ങളവറുകൾ നമ്മുടെ ഈ നാടിന്റെ ആദരവ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ചെറിയ ഉപഹാരം നൽകിക്കൊണ്ട് അത് ഇൻഷാ അല്ലാഹ് ഇവിടെ നിർവഹിക്കും. ഒപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായി നമ്മുടെ വള്ളക്കടവ് മഹല്ലിലെ ആദ്യത്തെ ആത്മീയ വിജ്ഞാനത്തിൽ ഡിഗ്രി നേടിയ ആളാണ് ബഹുമാന്യ നമ്മുടെ സഫീർ മഹല്ലരി ഉസ്താദ് അവർകൾ. അദ്ദേഹത്തെയും അതുപോലെ കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നി വിജ്ഞാനത്തിന്റെ കേന്ദ്രം എന്ന് പരിചയപ്പെടുത്താവുന്ന ഇടം, ഒരുപക്ഷെ മറ്റു പരിചയപ്പെടുത്തലുകൾക്ക് ആവശ്യമില്ലാത്ത വണ്ണം ഇന്ന് കേരളമെന്നല്ല ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിന്റെ നേതാവ് ഖമറുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ, ആമീൻ. ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ മർക്കസിൽ നിന്ന് സഖാഫി ഡിഗ്രി നേടിയ വള്ളക്കടവിലെ ആദ്യ വ്യക്തിത്വമാണ് ബഹുമാന്യരായ നിയാസ് സഖാഫി ഉസ്താദ് അവർകൾ. അതുപോലെ നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ കൊല്ലം, ആ കൊല്ലത്തിന് ഇൽമിന്റെ വെളിച്ചം പകർന്നു നൽകാൻ ഏറ്റവും ഉദാത്തമായ ഒരു കേന്ദ്രമാണ് മഹത്തായ ഖാദിസിയ. ആ ഖാദിസിയയുടെയും അതിന്റെ ഉപസ്ഥാപനമായ മഖ്ദൂമിയ ദഅവ കോളേജിന്റെയും ഒക്കെ ഒരു ശ്രേഷ്ഠപുത്രൻ നമ്മുടെ വള്ളക്കടവിന്റേതായ ബഹുമാന്യനായ അൻസർ ജോഹരി, അദ്ദേഹവും നമ്മുടെ സദസ്സിലുണ്ട്. അദ്ദേഹത്തിനെയും ഈ 3 ഡിഗ്രി നേടിയ പണ്ഡിതന്മാരെ അനുമോദിക്കുന്ന ഒരു ചടങ്ങും ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുന്നു. ഒപ്പം നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട സുഹൃത്തും നമ്മുടെ നാട്ടിലെ പല വിഷയങ്ങളിലും കാര്യമായി ഇടപെടുകയും അത് പലപ്പോഴും വിദ്യാർത്ഥിന്റെ വക്താക്കൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യാറുള്ള നമ്മുടെ പ്രിയദർശിനി നഗറിലെ അൽത്താഫ് മുസ്ലിയാർ, അള്ളാഹു അദ്ദേഹത്തിന് നല്ല ഇൽമും നല്ല ജീവിതവും പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു എളിയ കൃതി, എളിയത് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള അദ്ദേഹത്തിന്റെ അധ്വാനത്തെ നാം കുറച്ചു കാണാൻ പാടില്ല. ബഹുമാന്യരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനോ എന്ന ചോദ്യം, ആ ചോദ്യം ഉന്നയിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് അത് അങ്ങനെ അല്ല എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ വലുതും എന്നാൽ എളിയതുമായ ഒരു ശ്രമം, ആ ശ്രമം എന്നൊരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ പ്രകാശനം ബഹുമാന്യരായ സയ്യിദ് അവർകൾ അദ്ദേഹത്തിന്റെ കരങ്ങൾ കൊണ്ട് നിർവഹിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ബഹുമാന്യനായ വള്ളക്കടവിന്റെ മറ്റ് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ബഹുമാന്യരായ സിദ്ദീഖ് ഹാജി അവർകൾ അത് ഏറ്റുവാങ്ങും ഇൻഷാ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം ഇടയ്ക്ക് തങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താൻ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ മഹത്തായ സ്ഥാപനം ഖുർആൻ പഠന കേന്ദ്രം, ഹിഫ്ളുൽ ഖുർആൻ കേന്ദ്രം, അതിന്റെ ബറക്കത്തിനു വേണ്ടിയും വിജയത്തിനു വേണ്ടിയും ബഹുമാന്യരായ തങ്ങളവர்கள் പ്രത്യേകം അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും നല്ല മികച്ച സഹകാരിയും എല്ലാ അർത്ഥത്തിലും നല്ല സഹായിയും കൂടിയാണ് ബഹുമാന്യരായ സിദ്ദീഖ് ഹാജി അവർകൾ. അതുപോലെ അങ്ങനെ ആ വിഷയവും ഇവിടെ വെച്ച് നടക്കുകയാണ്. ഒപ്പം ബഹുമാന്യനായ അൽത്താഫ് മുസ്ലിയാരെയും അനുമോദിക്കാൻ ഈ വേദി നാം ഉപയോഗപ്പെടുത്തുകയാണ്. ഒപ്പം നമ്മുടെ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ്, ഈ സ്വലാത്ത് മജ്ലിസ് എല്ലാ തിങ്കളാഴ്ച രാവിലും നമ്മുടെ 3 പ്രദേശങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ട് നമ്മുടെ ഭവനങ്ങളിലായി, ആവശ്യപ്പെടുന്ന ആളുകളുടെ ഭവനങ്ങളിലായി മറ്റു ചിലവുകൾ യാതൊന്നും തന്നെ ഇല്ലാത്ത വണ്ണത്തിൽ അത് കഴിഞ്ഞ 13 വർഷങ്ങളായി നടന്നു പോകുന്നു. അത് ഇനിയും ഇൻഷാ അല്ലാഹ് നമ്മുടെ നാടിന്റെ ഒരു ബറക്കത്തായി അത് നിലകൊള്ളണം. ഇത് വെറും SSF തുടങ്ങി എന്നതുകൊണ്ട്
ഒരുപക്ഷെ ഇത് ക്ഷയിച്ചു പോകാമായിരുന്നിടത്തു നിന്ന് ഇത് ആദരവായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്ത് എന്ന ഇടത്തേക്ക് അത് വന്നെത്തുകയും അതിനെ നമ്മുടെ വള്ളക്കടവ് മഹല്ല് അത് ഏറ്റെടുക്കുകയും ചെയ്ത ഒരു സന്തോഷമാണ് നമുക്ക് നമ്മുടെ വേദികളുടെ വിജയം കൊണ്ട് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മപെങ്ങന്മാർ ഒരുപാട് ആളുകൾ വിവിധ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്കതൊന്നും ഒരു കെട്ട് ഇത്രയും വരുന്നൊരു കെട്ട് ഇതിലപ്പുറം എന്റെ പക്ഷത്ത് തന്നെ ധാരാളമായി ഇരിക്കുന്നു. ഒക്കെയും എടുത്ത് വായിക്കൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എല്ലാ വിഷയവും ബഹുമാന്യപ്പെട്ട തങ്ങളെ നമ്മൾ നേരത്തെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും ക്യാൻസർ രോഗമടക്കം ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മുസ്ലിംകളെ ബാധിക്കുന്ന ഒരു രോഗമാണോ ക്യാൻസർ എന്ന് പേടിക്കാവുന്ന വിധത്തിലാണ് ആ അസുഖം പടർന്നു പിടിക്കുന്നത്. അള്ളാഹു അതിനെ തൊട്ട് നമ്മയും നമ്മുടെ മഹല്ലിനെയും മുഴുവൻ മുസ്ലിമീങ്ങളെയും എന്നല്ല മുഴുവൻ ലോകത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ആ വിഷയത്തിലും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും തങ്ങളുടെ മനസ്സിലുണ്ടാകും. അതൊക്കെയും വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബഹുമാന്യരായ മുഹമ്മദ് കണ്ണ് മുസ്ലിയാർ അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് ആദരവ് SSFന്റെ വകയായി നമ്മുടെ നാടിന്റെ വകയായി ഒരു ചെറിയ ഉപഹാരം നൽകി അദ്ദേഹത്തിന് ആദരവ് നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട തങ്ങളവർകളെയും അത് ഏറ്റുവാങ്ങാൻ ബഹുമാന്യരായ ഉസ്താദ് അവർകളെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ. നമ്മുടെ അൽത്താഫ് മുസ്ലിയാർ എഴുതി പ്രസിദ്ധീകരിക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനോ എന്ന പേരിലുള്ള ആ പുസ്തകം ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സിദ്ദീഖ് ഹാജിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. അതിനായി രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മുടെ നാട്ടിലെ ആദ്യ ഡിഗ്രി ഭൗതിക ആത്മീയ വിജ്ഞാനത്തിലെ ഡിഗ്രിക്കാരൻ ബഹുമാന്യനായ സഫീർ മഹ്ലരി അദ്ദേഹത്തിന് അനുമോദനം ഏറ്റുവാങ്ങുകയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കയ്യിൽ നിന്ന്. അല്ലാഹു അക്ബർ. നിയാസ് സഖാഫി. അൻസർ ജൗഹരി. അൽത്താഫ് മുസ്ലിയാർ. ഒരു വിഷയം ഞാൻ പറയാൻ വിട്ടുപോയത്, ബഹുമാന്യനായ ഹുസൈൻ സഖാഫി ഭീമാപ്പള്ളി ഇപ്പോ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ നിന്ന് 1ാം റാങ്കോടുകൂടി പാസ്സായി. അദ്ദേഹം ഇന്ന് അകലാട് എന്ന പ്രദേശത്ത് ജോലി നോക്കുന്നു. അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ നടന്ന അവിചാരിതമായ ഒരു സന്ദർഭത്തിൽ നടന്ന ദീനിന്റെ ആശയങ്ങളെ വളച്ചൊടിച്ച് അതിനെ ദീനിനെ ഉള്ളിൽ നിന്ന് വഞ്ചിക്കുന്ന പുത്തനാശയക്കാർക്ക് മറുപടിയായി ബഹുമാനപ്പെട്ട ഹുസൈൻ സഖാഫി ഉസ്താദ് അവർകൾ അത്തരം ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് അത്തരം ആളുകളെ
സംവദിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും അവരോട് സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്ത് അവരുമായി നടന്ന അകലാട് സംവാദം അതിന്റെ CD ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പ്രകാശനം നിർവഹിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജിക്ക് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. അല്ലാഹു അക്ബർ. നമ്മുടെ ആത്മീയ മജ്ലിസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഈ ലളിതമായ കൃതി എല്ലാവരും കൈപ്പറ്റുകയും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ആത്മീയ മജ്ലിസ് സ്വലാത്ത് മജ്ലിസ് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്കതിന് നേതൃത്വം നൽകുന്നു. إلى حضرة حبيبك مصطفى محمد صلى الله عليه وسلم وإلى حضرات ساداتنا البدريين والأحديين رضوان الله تعالى عن كل واحد منهم وإلى حضرات سائر أولياء الله تعالى وشهداء الله تعالى كلهم من مشارق الأرض إلى مغاربها صغيرهم وكبيرهم وذكورهم وإناثهم رضوان الله تعالى عن كل واحد منهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ അഷ്റഫുൽ ഖൽഖായ ആരംഭ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, സഹായിച്ചവർ, ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചവർ, അയൽവാസികൾ, വീട്ടുകാർ, കുടുംബങ്ങൾ, അല്ലാഹു തആല നല്ലവരായ നാട്ടുകാർ സർവർക്കും അവരുദ്ദേശിക്കുന്ന ഹലാലായ ആവശ്യങ്ങളെ, മുറാദുകളെ അല്ലാഹു സഫലീകരിച്ച് പൂർത്തീകരിച്ചു തന്ന് സന്തോഷിപ്പിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയ സർവരുടെ ഖബറിലും അല്ലാഹു ഇതിന്റെ വെളിച്ചവും പ്രതിഫലത്തെയും അല്ലാഹു എത്തിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനും ആ മുത്തുനബിയെ പിൻപറ്റുവാനും അവിടുത്തെ ഒന്ന് മരിക്കുന്നതിന് മുമ്പൊന്ന് കാണുവാനും നാളെ ആഖിറത്തിൽ അവിടുത്തെ ശഫാഅത്ത് കിട്ടുന്ന അഹ്ലിൽ പെടാനും അല്ലാഹു ഈ സ്വലാത്ത് മജ്ലിസുകൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇത് ഏറ്റെടുത്ത് നടത്തുന്നവർക്കും അല്ലാഹു ഒരു ഭാഗ്യത്തിന്റെ വഴിയായി ഇതിനെ നിലനിർത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് 13 വർഷത്തിലധികമായി നമ്മുടെ കുട്ടികൾ നടത്തുന്ന സുന്ദരമായ സ്വലാത്തിന്റെ മജ്ലിസ്, അതിന്റെ വാർഷികമാണ്. നല്ല നിയ്യത്തോടുകൂടി ഒരുപാട് മുഅ്മിനീങ്ങൾ നേരത്തെ ജാസ്മിനും ഓർമ്മപ്പെടുത്തിയതുപോലെ പല വിഷയങ്ങളിലുമായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് അറിയിച്ചവരുണ്ട്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് മുൻനിർത്തി ചോദിക്കുമ്പോൾ അതിന് എല്ലാവിധ പരിഗണനയും അല്ലാഹു നൽകുമെന്ന വിഷയത്തിൽ 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ബോധിപ്പിച്ചിട്ടുള്ളത്. എല്ലാ പ്രശ്നത്തിനും നമുക്ക് സ്വലാത്ത് ചൊല്ലി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആത്മാർത്ഥമായി തലമറച്ച് അതബോടെ നല്ല നീയത്തോടെ നല്ല മനസാന്നിധ്യത്തോടെ ചൊല്ലുന്നത് ഒരല്പമാണെങ്കിലും നല്ല നീയത്തോടുകൂടി ഒരല്പം സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടമുള്ള അവിടുത്തെ പൊരുത്തമുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പുരുഷന്മാർ ഏകദേശം പിറകിലുള്ള ആൾക്കാരെല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് ഇങ്ങോട്ട് കസാര എടുത്ത് വരും. എല്ലാവരും കുറച്ച് മുന്നോട്ട് കയറിയിരുന്ന എല്ലാവരും ടേബിളിന്റെ ഇങ്ങോട്ട് വരണ്ട, ആ വയറിന്റെ അടുത്ത് വരണം. എല്ലാവരും പിറകിൽ ഇങ്ങോട്ട് വരും. അവിടെ നിന്ന് മതി 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 മതി. പരമാവധി ആ പിറകിലിരിക്കുന്ന ആളൊക്കെ സദസ്സിന്റെ മുന്നിലേക്ക് തന്നെ വരിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفروا ربكم إنه كان غفارا استغفر الله العظيم 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 استغفر الله العظيم. എല്ലാവരും ഉറക്കെ ചെല്ലും. നല്ല ഉഷാറോട് ചെല്ലും. പുരുഷന്മാർ ഉറക്കെ ചെല്ലണം. നമ്മളെ ശരീരത്തിലുള്ള ഇബ്ലീസ് ശൈത്താനൊക്കെ അങ്ങ് ഓടണം. أستغفر الله العظيم 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 أستغفر الله العظيم
جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 إلا الله لا إله 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 إلا الله إله إلا الله لا 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 إله إلا الله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه
في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه بعدد كل معلوم لك. اللهم صل صلاة كاملة تامة على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل
ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل